നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പുതിയ ഒരു രൂപത്തിലും ഭാവത്തിലുമൊക്കെയാണ് പൊതുവേദി ഇന്നു മുതൽ എത്തുന്നത്. പക്ഷേ മറ്റൊന്നുകൂടി അറിയിക്കുന്നു, നേരത്തെയുള്ള ഞാനും മനുഭരത്തും എത്തുന്നതിൽ മാറ്റമൊന്നുമില്ല. മറ്റ് രൂപത്തിൽ മാത്രമേ ഉള്ളൂ മാറ്റം. പ്രേക്ഷകർക്ക് എന്തായാലും പുതിയ രൂപം ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒക്കെ അറിയിക്കണം എന്നുകൂടി ആമുഖമായി അറിയിക്കുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. KB ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസ്ഥാനം ഇന്ന് നഷ്ടമാവേണ്ടതായിരുന്നു. എന്നാൽ മന്ത്രിസഭ തുടങ്ങാൻ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ഗണേഷ് നടത്തിയ അതിസമർത്ഥമായ നീക്കം ഫലം കണ്ടു. ഇന്നലെ ചാനലുകളിലൂടെ പരസ്യമായി ഭർത്താവിൻ്റെ അരുതായ്മകൾ തുറന്നു പറഞ്ഞ ഭാര്യ ഇന്ന് ഭർത്താവിനോട് ക്ഷമിച്ചു. പരാതി നൽകാനില്ലെന്നും വ്യക്തമാക്കി. തന്നെ വിളിച്ച് തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് പറഞ്ഞ ഭർത്താവിനോട് അവർ ക്ഷമിക്കുകയായിരുന്നു. അതോടെ അവസാനിക്കേണ്ടതാണ് ഗണേഷ് കുമാറിനെതിരായ ഭാര്യ ഉന്നയിച്ച പരസ്യ പരാതിയും അതുണ്ടാക്കിയ വിവാദങ്ങളും എല്ലാം. സമാനമായ കുടുംബ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരിക്കൽ മന്ത്രിസ്ഥാനം നഷ്ടമായതാണ് ഗണേശിന്. തുടക്കത്തിൽ ഭാര്യയെ പുച്ഛിച്ചു തള്ളിയെങ്കിലും മുൻ അനുഭവം വെച്ച് അപകടം തിരിച്ചറിഞ്ഞ് ഇക്കുറി പ്രവർത്തിച്ചതിനാൽ മന്ത്രിസ്ഥാനം നിലനിർത്താനായി. പക്ഷേ മാപ്പ് പറഞ്ഞാൽ തീരുന്നതാണോ നാണക്കേടെന്ന ചോദ്യം ഉയർത്തുന്ന പ്രതിപക്ഷം ഗണേശിൻ്റെ രാജ്യാവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പ്രശ്നം ഒത്തുതീർക്കാനായില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഗണേശിനെ രാജിവെപ്പിച്ച് സർക്കാരിന് പ്രതിച്ഛായ വീണ്ടെടുക്കാമായിരുന്നു. പക്ഷേ ഇവിടെ ആശ്വാസത്തിനൊപ്പം പ്രശ്നം ഒത്തുതീർപ്പാകുമ്പോൾ ഇടതുമുന്നണിയെ പ്രതിരോധത്തിലാക്കുന്ന ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തെ വിഷയം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുയർത്തി പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം ഇനി നടത്താനാവില്ല എന്നതാണ്. മാങ്കൂട്ടത്തിൽ വിഷയം ഉയർത്തുമ്പോൾ ഉടൻ തന്നെ ഗണേഷ് വിഷയം മറുപടിയായി ഉയരും. രണ്ടാമത്തെ വിഷയമാണ് അതിലും പ്രധാനം. സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമുള്ള സ്ത്രീ സുരക്ഷാ പ്രതിച്ഛായ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കാൻ ആവില്ല എന്നതാണ്. സർക്കാരിന് അനുകൂലമായ ഈ ഘടകമാണ് ഗണേഷ് കുമാർ ഇതിലൂടെ ഇല്ലാതെയാക്കിയത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. KB ഗണേഷ് കുമാർ ഇടതുമുന്നണിക്ക് ബാധ്യതയാകുമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മുഹമ്മദ്, ഈ KB ഗണേഷ് കുമാറിൻ്റെ രാജിയൊക്കെ ഇന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ക്ഷമിച്ചുവെന്നും താൻ പരാതിയുമായി ഇനി പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമാക്കിയതോടുകൂടി ആ രാജി അധ്യായം എന്തായാലും അവിടെ അവസാനിക്കുന്നു. പക്ഷേ ഇത് ഇടതുമുന്നണിക്ക് ഒരു ബാധ്യതയായി മാറില്ലേ? മനു സാറേ, നമസ്കാരം. പറഞ്ഞോളൂ. പറയാണ്. പിന്നെ ഒരു ബാധ്യതയും നമ്മളെ മന്ത്രി ഗണേശിനെ കൊണ്ടില്ല. ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അവരെ അതിന് മാപ്പ് പറഞ്ഞൊക്കെ റെഡിയാക്കി എല്ലാം ശരിയായി നിന്നു. ഇത് രാജിയൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് കാത്തിക്കണ്ട. എന്നിട്ട് അയിമങ്ങൊക്കെ ഒന്ന് ഓടിച്ച് തൂങ്ങ വേറുള്ളവർക്ക്. പിന്നെ ഞങ്ങള് മാങ്കൂട്ടത്തിന്റെ ശക്തിയോടുകൂടി പറയാൻ തന്നെ പുറപ്പെട്ടുകയാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, എൻ്റെ ഒരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉന്നയിക്കുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കില്ലേ, നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്കെതിരെ പറഞ്ഞത് നാട്ടുകാരുമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ഇന്നലെ വന്ന് പരസ്യമായി പറഞ്ഞത്. അരുതാത്ത ചിലതൊക്കെ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ കണ്ടുവെന്നും തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ സ്റ്റാഫ് തന്നെ പിടിച്ചു തള്ളിയെന്നും തന്റെ മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെന്നും അവസാനം പോലീസിൽ വിളിച്ചുവെന്നും ഒക്കെ പറഞ്ഞത് അവരാണ്, അല്ലാതെ വേറെ നാട്ടുകാരുമല്ല. ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയരില്ലേ? അതൊക്കെ ശരിയാണ്. അത് നമ്മുടെ ആളുകൾ ചെയ്താൽ കുഴപ്പമില്ല, അവരുടെ ആളുകൾ ചെയ്താൽ തെറ്റ്, അങ്ങനെയാണോ? അതല്ല, അത് പറയുന്നത് കേൾക്കൂ സാറേ, ഞാൻ പറയാം. അതെന്തോന്ന് വെച്ചാൽ അവര് മുമ്പ് നേരത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേറും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരുന്നൊക്കെ പോകുന്നതാണ്. ഇപ്പോ ഇത് കുത്തിപ്പൊന്തിച്ചത് മറ്റുള്ളവരാണ്. അപ്പൊ ഈ മറ്റുള്ളവർ അതാരെ മുഹമ്മദ് മഞ്ചേരി, മറ്റുള്ളവർ ഇത് കുത്തിപ്പൊന്തിച്ചത് ആരാണ്? ഞങ്ങൾ അപ്പുറത്തെ പാർട്ടി. നിങ്ങളുടെ അപ്പുറത്തെ പാർട്ടി അല്ലല്ലോ ഇന്നലെ ഇത് കുത്തിപ്പൊന്തിച്ചത്. ഇന്നലെ ഇത് കുത്തിപ്പൊന്തിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയല്ലേ പരസ്യമായ ചാനലിലൂടെ പ്രതികരിച്ചത്, അല്ലാതെ മറ്റുള്ള പാർട്ടി അല്ലല്ലോ. അത് ഏറ്റെടുത്തത് മറ്റുള്ളവർ. പിന്നെ മറ്റു പാർട്ടിക്കാർ ഏറ്റെടുക്കില്ലേ? ഒരു മന്ത്രിക്കെതിരെ ഒരു സ്ത്രീ വന്ന് പരസ്യമായി ആരോപണം ഉന്നയിച്ചാൽ ഏറ്റെടുക്കാതിരിക്കാൻ മറ്റുള്ളവരാരാ? അത് UDF. UDFന് ഏറ്റെടുക്കണ്ടേ? ഏറ്റെടുത്ത് പോലെ നടത്തിക്കോട്ടെ. അപ്പൊ നിങ്ങൾ പറയുന്നത് മന്ത്രി ചെയ്തത് വളരെ നല്ല പ്രവൃത്തിയാണ്, മന്ത്രി നിങ്ങൾക്ക് പ്രതിച്ഛായ മെച്ചപ്പെടുത്തി തരുന്ന ആളാണെന്നാണ് അല്ലേ? അല്ല, കോടതിയിൽ ഇപ്പൊ അവരുണ്ടാക്കിയത് ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് നാണക്കേട് ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടാക്കി. അത് ഗവൺമെന്റ് ഏറ്റവും ശുദ്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. അതല്ലല്ലോ ഈ വിഷയം പറയൂ ശ്രീ മുഹമ്മദ്. നമ്മൾ ആ വിഷയം പറയുമ്പോൾ അത് പറയാം. അപ്പൊ ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം
ഗേബി ഗണേഷ് കുമാർ ഈ മന്ത്രിസഭയ്ക്ക് അഭിമാനമായ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഗുണം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്, അങ്ങനെയല്ലേ? ഗുണം ചെയ്യും, ഒരു ഗുണം ശരി, എന്തായാലും മുഹമ്മദ് മഞ്ചേരിയുടെ അഭിപ്രായം എന്തായാലും പ്രത്യേകമായി കേട്ടിരിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് കെ.ബി. ഗണേഷ് കുമാറിന്റെ ഇന്നലത്തെ പ്രവൃത്തിയൊക്കെ മുന്നണിക്കും സർക്കാരിനും ഗുണം ചെയ്യുമെന്നാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെയും മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായയുണ്ട്, ഈ സർക്കാരിനുണ്ടായിരുന്ന സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ് എന്നൊക്കെ. ആ തരത്തിലേക്കുള്ള ചില പരസ്യങ്ങളുമൊക്കെ സർക്കാർ ബോധപൂർവമോ അല്ലെ അത്തരം പരസ്യങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ആ പ്ലസ് പോയിന്റിനെ കൂടി ഇല്ലാതാക്കുന്നതാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വലിയ വിവാദവും വീഴ്ചകളും ഒക്കെ? അതായത് LDF തീവ്രത അളന്നു നോക്കിയപ്പോൾ തീവ്രത കുറവായിരുന്നു. അതുകൊണ്ട് ഇനി രാജിവെക്കേണ്ട ആവശ്യമില്ല. അതെ, തീവ്രതയാണല്ലോ നോക്കുന്നത്. സന്തോഷ്, രാജിവെക്കണ്ട എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പരാതിയില്ല എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ സാങ്കേതികമായോ അല്ലെങ്കിൽ നിയമപരമായോ അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്നില്ല. ഇവര് പൊക്കിപ്പിടിക്കുന്ന ഒരു ധാർമ്മികതയുണ്ടല്ലോ, അതുണ്ടല്ലോ. 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതേ കുടുംബ പ്രശ്നത്തിലാണ് അന്ന് പിണറായി വിജയനായിരുന്നു പറഞ്ഞത് രാജിവെക്കണം. അന്ന് ഈ ഗണേഷ് കുമാർ 2013 ഇന്ന് ആ ധാർമ്മികത എവിടെ പോയി? പിന്നെ മുൻ മഞ്ചേരി പ്രേസം പറഞ്ഞ പോലെ ഇത് കോൺഗ്രസ് അല്ല കുത്തിപ്പൊക്കിയത്, സ്വന്തം ഭാര്യ തന്നെയാ പറഞ്ഞത്. ഞാൻ അവിടെ വന്നപ്പോൾ ബെഡ്റൂമിൽ എനിക്ക് കാണാൻ പറ്റാത്ത ദൃശ്യങ്ങൾ കണ്ടു, ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ വന്ന് തടഞ്ഞു, അല്ലെ? പോലീസിനെ വിളിച്ചു വന്നു ഗേറ്റിന് പുറത്തു നിന്നു പോലീസ്. ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസല്ലേ ഇത്? ഈ സ്ത്രീക്ക് എന്ത് പറ്റി? പിറ്റത്തെ ദിവസം അത് ഭാര്യ ഒത്തുതീർപ്പാക്കി വീട്ടിൽ കയറ്റാം. പക്ഷെ ഒരു പൊതുപ്രവർത്തകന്റെ അടുത്ത് എത്ര പെണ്ണുങ്ങൾക്ക് പോവാം? ഇവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് വെച്ചാൽ കേസല്ലാതെ അല്ല, എല്ലാ സ്ഥാനത്ത് പോലും നിർത്താൻ പാടില്ല. പക്ഷെ ഇവര് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എതിർ സൈഡ് വരുമ്പോഴത്തേക്ക് എത്ര സ്ത്രീകൾക്ക് അവരെ വീട്ടിൽ കയറി പോവാം? അടുത്തൊന്നും വേണ്ട, അടുത്ത് പറഞ്ഞ പി ശശിയുടെ ഇത് വന്ന സമയത്ത് പാലക്കാട് ജില്ലയില് അവിടെ നിന്ന് തന്നെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം പറഞ്ഞല്ലോ, ഇനി ധൈര്യമായിട്ട് ബ്രാഞ്ച് ഓഫീസിൽ വരാം, അല്ലെ? പാർട്ടി ഓഫീസിൽ ഇനി ധൈര്യമായിട്ട് സ്ത്രീകൾക്കെല്ലാം വരാം, ഒരു കുഴപ്പമില്ല. ആഭാസം പുറത്തു പോയി എന്നാ പറഞ്ഞത്. ഈ ആഭാസന മന്ത്രിസഭയിൽ ഇരുത്തിയിട്ടല്ല ഈ പ്രവൃത്തി കാണിക്കുന്നത്. അതുകൂടാതെ ഗണേഷ് കുമാർ പറഞ്ഞതാണ്, എനിക്ക് ഒരു പ്രേമമല്ല 5000 പ്രേമങ്ങളുണ്ട് എന്ന് പറഞ്ഞത്. അത് പ്രേമമില്ലാത്തവൻ എന്നെ ഷണ്ടനാണെന്ന, അങ്ങനെയൊക്കെയല്ല പറഞ്ഞത്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയല്ലേ ചെയ്തത്. ഈ രീതിയിലുള്ള പ്രേമമല്ല വേണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ധാർമ്മികത പിടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ടീം ഇപ്പുറത്ത് രാജിവെക്കണം എന്ന് പറഞ്ഞതും ഇപ്പോൾ എവിടെ പോയി ധാർമ്മികത? ഇതൊക്കെ ഈ ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത പണിയുണ്ടല്ലോ. കഴിഞ്ഞ ഈ 2 മാസം മുമ്പല്ലേ ഈ ഗണേഷ് കുമാർ പറഞ്ഞ എന്റെ കുടുംബം കുളം തോണ്ടിയത് ഉമ്മൻചാണ്ടിയാണെന്ന്, അല്ലെ? ഇപ്പൊ എവിടെ ആര് തോണ്ടി? സ്വന്തം സാധനങ്ങൾ സ്വന്തം സ്ഥലത്ത് ഇരിക്കണം, മറ്റിടത്തേക്ക് കയറാനല്ല പോകേണ്ടത്, ഇല്ലേ കടുക്ക വെള്ളം കുടിക്കണം. ഓക്കെ, ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ പീതാംബരനാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ ഒരു രാജി ഒഴിവായി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ആശ്വാസമാണ്. പക്ഷേ സർക്കാരിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഉന്നയിച്ച് പ്രതിപക്ഷത്തെ ആക്രമിക്കാനുള്ള അവസരം, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പ്രതിച്ഛായ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായക്ക് ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കം, ഈ 2 വിഷയത്തിലും സർക്കാരിന് തിരിച്ചടിയല്ലേ യഥാർത്ഥത്തിൽ ഈ ഗണേഷിന്റെ വിവാദം? അത് രണ്ടും രണ്ടല്ലേ, നമ്മ രണ്ടായിട്ട് കാണണ്ടേ? കാരണം ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ ഇപ്പോഴുള്ള പ്രശ്നമല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം, അതായത് ആർ ബാലകൃഷ്ണപിള്ള മരിച്ചതിന് ശേഷം അവിടെ പ്രശ്നങ്ങളുണ്ടായി, സ്വത്ത് തർക്കം ഉണ്ടായി, പെങ്ങളുമായിട്ട് തെറ്റി. ആ രൂപത്തിൽ നിൽക്കുമ്പോൾ അവര് നാത്തൂനും കൂടി ഒന്നിച്ചു എന്നല്ലാണ്ട് അതിലിപ്പോ വേറെ പ്രശ്നം തീരണ്ടേ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഇതും കൂടി ഒന്നിച്ചു കിട്ടുന്നത് എന്തിനാണ്? ഒരു കുടുംബ പ്രശ്നമല്ലേ ഇത്? ആ സ്ത്രീകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ദോഷത്തിൽ വല്ലതൊക്കെ വിളിച്ചു പറയും. ആ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണത്. അങ്ങനെയാണ് ശ്രീ പീതാംബരൻ, സ്ത്രീകൾക്ക് വിഷമമുണ്ടാകുമ്പോൾ വിളിച്ചു പറയും എന്നൊക്കെ പറയും, സ്ത്രീകളുടെ സ്വഭാവമാണെന്നൊക്കെ പറയുന്നത്. ഒരു സ്ത്രീ അവർ അന്തസ്സായി ജോലിയെടുക്കുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീയാണ് പറഞ്ഞത്, ഇന്നലെ അവരുടെ ഭർത്താവിനെ കുറിച്ച് വിളിച്ചു പറഞ്ഞത്, അവരുടെ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ അവർ അരുതാത്ത പലതും കണ്ടു എന്ന് പറയുന്നു. അതിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞതിൽ നിന്ന് എന്താണെന്ന് അതിൽ കൂടുതലൊക്കെ ഒരു സ്ത്രീക്ക് തുറന്നു പറയാൻ കഴിയുന്നില്ല. അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. ഇത് അവർ പറഞ്ഞു, എന്നെ തെറ്റേറ്റു പറഞ്ഞു, മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു, കേസിന് പോകുന്നില്ല. അത് ആ സ്ത്രീയുടെ മഹത്വം കൊണ്ട് അവർ ആ കേസിന് പോകുന്നില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർക്ക് ഗണേശനോടുള്ള സ്നേഹം കൊണ്ട്, സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ടൊക്കെ അവർ ചിലപ്പോൾ അങ്ങനെ തീരുമാനമെടുത്ത് കാണും എന്ന് കരുതി അതിനെ എങ്ങനെ ന്യായീകരിക്കുന്നത് താങ്കൾ? അല്ല, അതെ, ന്യായീകരണമല്ല ഞാൻ പറയുന്നത്. ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരാണ്, കാണാൻ പറ്റാത്തത് കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്കറിയില്ലല്ലോ.
അത് അത് അത്ര ശ്രീ വലിയ പീതാംബരൻ കാര്യമല്ല. പള്ളുരുത്തിക്ക് അത് തെളിച്ചു പറഞ്ഞെങ്കിലേ മനസ്സിലാവും എന്നുള്ള പ്രായമൊന്നും അല്ലല്ലോ ഉള്ളത്. അത്രയും അല്ലല്ല, ജീവിതാനുഭവങ്ങളും എനിക്കറിയാം. പ്രായമൊക്കെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ അങ്ങ് വെളുപ്പിക്കാൻ അല്ല. നിൽക്കാതെ. അല്ല, ഞാനിപ്പോ പറയുന്നത് ഇതൊരു കുടുംബ പ്രശ്നമാണ്. രാഹുൽ മാങ്കുട്ടത്തിന് അതല്ല, അത് സമൂഹത്തിന് ദോഷമുണ്ടാകണം. സമൂഹത്തിൽ ഇപ്പൊ ഈ വക പെരുമാറ്റമല്ല. പറഞ്ഞ ഈ മനസ്സിലായ? ശ്രീ പീതാംബരൻ, താങ്കൾ ആലോചിക്കേണ്ടത് ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമായി തീർന്നുള്ളൂ. മറുഭാഗത്ത് വേറെയും ചില ആളുകളുടെ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനും അവരുടെ കുടുംബജീവിതം തകരാനും ഒക്കെ ഉള്ള സാധ്യതകൾ അപ്പോഴും നിൽക്കുകയാണ് അവിടെ. അതൊന്നും നാട്ടുകാരുടെ പ്രശ്നമല്ല അല്ലേ? പറഞ്ഞ പ്രണയം ഒരു തെറ്റാണോ? പ്രണയമൊന്നും ഒരിക്കലും ഒരു തെറ്റല്ല. അത് തെറ്റല്ല. ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് തെറ്റാണോ? ഒന്നിച്ച് യാത്ര ചെയ്യുന്നതും പ്രണയിക്കുന്നതും രണ്ടുപേർക്ക് സമ്മതമാണെങ്കിൽ അവർക്ക് പരസ്പരം ബന്ധപ്പെടുന്നത് ഒന്നും തെറ്റല്ല. അതൊന്നും ആരും തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. പെണ്ണും കൂടി എവിടെയെങ്കിലും നിന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ കൂടി ഒരു യാത്ര പോയാൽ എന്താ തെറ്റുള്ളതെന്ന് ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്. യാത്ര പോകുന്നതിനെ കുറിച്ചൊന്നും അല്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതിനേക്കാൾ കടത്തിയും പറഞ്ഞല്ലോ. അതൊന്നും അല്ലല്ലോ ചോദിച്ചത്. ഈ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തി സർക്കാരിന് ഗുണം ചെയ്യുന്നതാണോ അങ്ങനെയാണെങ്കിൽ? തീർച്ചയായിട്ടും വിവരമുള്ള ആളുകൾ അയാളെ തള്ളി പറയില്ല. കാരണം അയാളുടെ ഭാര്യ തന്നെ പറഞ്ഞു, അത് എനിക്ക് പരാതിയൊന്നുമില്ല ആ കാര്യത്തിൽ, അത്തരമുള്ള വിഷയമുള്ള കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എതിർ രാഷ്ട്രീയക്കാർ വേറ്റി പിടിക്കേണ്ട കാര്യം എന്താണ്? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. ആ സ്ത്രീക്ക് പരാതി ഉണ്ടെങ്കിലും ഒക്കെ അതല്ലേ ചെയ്യേണ്ടത്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ നടക്കട്ടെ. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ സർക്കാർ തെരഞ്ഞെടുപ്പൊക്കെ ആയി സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തി എങ്ങനെയെങ്കിലും വിജയിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടതിനിടയിലാണ് ഒരു മന്ത്രി തന്നെ നേരിൽ വന്ന് സർക്കാരിനെ ആകെ പെടുത്തിക്കളയുന്ന രീതിയിലേക്കുള്ള വിവാദങ്ങളിലൊക്കെ പെട്ടുപോകുന്നു. മുമ്പും അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ പെട്ട് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു പോയ ചരിത്രവുമുണ്ട്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ സാർ, നമസ്കാരം. നമസ്കാരം. ഇത് മന്ത്രിസഭയേക്കാൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സാർ? ഇവരെ പോലത്തെ പക്ക ഫ്രോഡുകൾ, ഈ രാഹുൽ മാങ്കുട്ടായാലും ഈ ഗണേഷ് കുമാർ ആയാലും, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയെ എങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കും കേസിൽ നിന്ന് പിന്മാറ്റിയിട്ടുണ്ടായിരിക്കുക? അതിന് നാളെ മറ്റന്നാൾ വരൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ പക്ക ഫ്രോഡ് മന്ത്രിമാരെയൊന്നും വെച്ചേക്കരുത്. കേരളത്തിന്റെ ബഹുമാനീയ മുഖ്യമന്ത്രി നടപടിയെടുക്കണോ? ഭാര്യ മാപ്പ് പറഞ്ഞാലും നടപടിയെടുക്കണം. ഇങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രിയാണ്, സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജാണ്. ഗവൺമെന്റിന്റെ പ്രതിച്ഛായക്കൊന്നും ബാധിക്കാനൊന്നും പോകുന്നില്ല. അത് മറ്റൊന്ന്, ഗവൺമെന്റിലെ മറ്റുള്ള മന്ത്രിമാരൊന്നും ശ്രീരാംപടന്മാരൊന്നും അല്ല. അതിനൊന്നും യാതൊരു സംശയവും ആർക്കും വേണ്ട. എല്ലാവരും നല്ല ക്ലിയർ ആളുകൾ തന്നെയാണ്. അഴിമതിയൊക്കെ സ്വല്പം ഉണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ഈ ഗണേശിനെ പോലെ പക്ക ഫ്രോഡ് മന്ത്രിമായി അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത്? ഇന്നലെ ഏതാണ് ഇദ്ദേഹത്തിന്റെ സംസാര ശൈലി? ഇന്നെന്താ മാറിപ്പോയത്? അപ്പം ഇനി അദ്ദേഹത്തിന്റെ ഭാര്യ എങ്ങനെയാണ് വീട്ടിൽ വെച്ച് വരട്ടിയതെന്ന് ആർക്കറിയാം? അവരിപ്പോ എവിടെയാ ഉള്ളതെന്ന് നമുക്ക് ആർക്കറിയാം? അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഈ ഇദ്ദേഹമൊക്കെ പണത്തിന്റെ മുകളിൽ എന്തും കളിക്കുന്ന ആളാണ്. ഇദ്ദേഹം പക്ക ഫ്രോഡാണ്, യാതൊരു സംശയവും വേണ്ട. ഒരു മിനിസ്റ്ററല്ലേ ഇത്? നാളെ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ് സാർ? ഇവിടെ ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്താൽ തന്നെ നമ്മൾ വളരെ കൊട്ടിഘോഷിക്കുന്നു. അപ്പൊ ഈ MLA-യും മന്ത്രിയും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കേരളത്തിന് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? മുഖ്യമന്ത്രി നടപടി എടുക്കണം, അദ്ദേഹത്തെ പുറത്താക്കുക ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വർഗീസാണ്, പെരുമ്പാവൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോഴാണ് ഇടതുമുന്നണിയുടെ മേൽ ഗണേശ് ഒരു പ്രത്യേക സമ്മാനം കൊടുത്തിരിക്കുന്നത്. എന്തായാലും തൽക്കാലം രാജിയൊക്കെ ഒഴിവായി, പരാതിയില്ല എന്ന് ഭാര്യ പറഞ്ഞതോടുകൂടി അവിടെ അവസാനിച്ചു എന്ന് സാങ്കേതികമായി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ അവസാനിക്കുന്നതാണോ ഈ വിഷയം? അല്ല, ഇത് സാങ്കേതികമായിട്ടല്ല. ഗണേഷ്കുമാറിന്റെ ഭാര്യ പറയുകയാണ്, എനിക്ക് പരാതിയില്ല, നിയമപരമായിട്ട് പോകുന്നില്ല, ഇത് വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാര് അവര് ഇങ്ങനെ ഏറ്റുപിടിക്കുന്നത് അവർക്ക് തെരഞ്ഞെടുപ്പാണ്, രാഷ്ട്രീയമാണ്, വോട്ട് വേണം. മാധ്യമങ്ങളും അതിന് കൂട്ടുപിടിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്ത് പ്രശ്നമുണ്ട്? അവിടെ കാണാനില്ലാത്ത കാഴ്ച കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് എന്താണെന്ന് വ്യക്തമാക്കാതെ നമ്മൾ ഊഹാപോഹങ്ങൾ വെച്ച് എന്തിനാ സംസാരിക്കുന്നത്? ഇന്നലെ ഗണേഷ് കുമാറിന്റെ ഡ്രൈവർ ഒരു മൊബൈൽ തട്ടിപ്പറിച്ച് മേടിച്ചു എന്നതാണ് ഇന്നലെ ഞാൻ കേട്ട എല്ലാ ചാനലുകാരുടെയും വാർത്ത. തെറ്റായിട്ട് ഗണേശിനെ പറ്റി പറയുന്നത്. ഡ്രൈവർ മൊബൈൽ തട്ടിപ്പറിച്ചു, പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു, ആക്കൊരു കുഴപ്പമില്ല. അവരെന്ത് ചെയ്യും? അപ്പൊ ഇത് ഏറ്റവും നല്ലൊരു മന്ത്രി ഇവിടെ IBയുടെ എന്താണ് പറയുന്നു, ഗണേഷ് കുമാർ KSRTC നല്ല മന്ത്രിയാണെന്ന്. നല്ല മന്ത്രിമാരെ ഇവർ താഴ്ത്തി കെട്ടുക, ഇതിവരുടെ ലക്ഷ്യമാണ്. വീണ ജോർജ് പുള്ളിക്കാട്ടി അധികാരത്തിലേറുന്ന മുമ്പുണ്ടാവുന്ന വിഷയം കുത്തിപ്പൊക്കി ഉണുന്നു. അപ്പൊ ഇവരുടെ ലക്ഷ്യം വേറെ ഒന്നുമല്ല, വോട്ട്. സ്വല്പമെങ്കിലും ചിന്തിക്കുന്ന ഈ മാധ്യമങ്ങൾ ഒന്ന് ഈ കേസ് ഏറ്റെടുക്കുമോ? എന്താണ് ശ്രീ വർഗീസ്, ഇതിനകത്ത്? ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ ആരെങ്കിലും ഒരാൾ പറഞ്ഞ കഥയോ അല്ലെങ്കിൽ ഈ വിഷയമൊക്കെ മാധ്യമങ്ങളൊക്കെ വളരെ നേരത്തെ അറിഞ്ഞതാണ്.
ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങളെല്ലാം, ഞങ്ങളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ അറിഞ്ഞതാണ്. ആരൊക്കെയാണ് അവിടെ എത്തിയതെന്നും ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അത് അവരുടെ വീട്ടിലെ സ്വകാര്യമായൊരു വിഷയമാണ്. അങ്ങനെ സ്വകാര്യമായൊരു വിഷയത്തിൽ ഞങ്ങൾ വാർത്ത കൊടുക്കേണ്ടതില്ല എന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും തീരുമാനിച്ചു. ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആണ്, അവർക്കൊന്നും അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ വ്യവസ്ഥയും വെള്ളിയാഴ്ചയുമുള്ള മാധ്യമങ്ങളല്ല. അല്ലാതെ ഒരു മാധ്യമവും അങ്ങനെ ഒരു വാർത്ത നൽകിയിട്ടേ ഇല്ല. പക്ഷേ ഇന്നലെ പരസ്യമായി KB ഗണേഷ് കുമാറിൻ്റെ ഭാര്യ അവർ വന്ന് പരസ്യമായി മാധ്യമങ്ങളിലൂടെ പറയുന്നു, ഇത്തരം കാര്യങ്ങൾ താൻ ആ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു ചെല്ലുമ്പോൾ അരുതാത്ത ചിലത് അവർ കണ്ടു. അവർ ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവരെ തടഞ്ഞത് മന്ത്രിയുടെ സ്റ്റാഫാണ്, പുരുഷന്മാരായ സ്റ്റാഫാണ് ആ സ്ത്രീയെ തടഞ്ഞതെന്ന് ആലോചിക്കണം. മന്ത്രിയുടെ ഭാര്യയെ മന്ത്രിസഭയുടെ സ്റ്റാഫ് കയറി തടയുകയാണ്. അവരുടെ മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. പോലീസിനെ വിളിച്ചു. അവസാനം പോലീസിനെ വിളിച്ചിട്ടും അവർ എനിക്ക് സംരക്ഷണം നൽകിയില്ല, പ്രശ്നം പറഞ്ഞു തീർത്ത് അവരങ്ങ് പോയതേ ഉള്ളൂ എന്ന് അവർ പറയുന്നു. ഇതെല്ലാം അവർ തുറന്നു പറഞ്ഞപ്പോൾ ഇത് വാർത്തയാക്കാതിരിക്കേണ്ട ഞങ്ങളത് ഗണേഷ് കുമാറിൻ്റെ കൊട്ടേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് വാർത്തയാക്കാതിരിക്കാൻ. അതല്ല ഞാൻ പറഞ്ഞ വാർത്തയാക്കുന്ന എല്ലാ സംഭവം, ആ വാർത്ത കാണിക്കാനുള്ള ആ ഒരു ആർത്തിയും ആ വാർത്ത കാണിക്കണ്ടേ ശ്രീ വർഗീസ് ചോദിച്ചല്ലോ വിവരം ഉണ്ടോന്ന്. വിവരം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ആ വാർത്ത കാണിച്ചത്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വിവരം ഉള്ളതുകൊണ്ടാണ് ഒരു സ്ത്രീ വന്നിങ്ങനെ പറഞ്ഞാൽ വാർത്ത കാണിച്ചത്. ഇതിനു മുമ്പുമൊക്കെ പല സ്ത്രീകളും വന്ന് പറയുമ്പോഴൊക്കെ ഞങ്ങൾ വാർത്ത കാണിച്ചിട്ടുണ്ട്. ആ സ്ത്രീയാണ് വന്ന് പറഞ്ഞത്. ഇപ്പോഴും ആരും നിഷേധിച്ചിട്ടില്ല. അവരിന്നും പറഞ്ഞത് ഞാൻ പറഞ്ഞതിലൊക്കെ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ എന്നോട് മാപ്പ് പറഞ്ഞതുകൊണ്ട് ഞാൻ അയാളോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ട് അയാളോട് ക്ഷമിക്കുന്നു, അതാണ് പറഞ്ഞത്. അല്ലാതെ ഞാൻ പറഞ്ഞതൊന്നും തെറ്റാണെന്ന് അവർ ഇന്നും പറഞ്ഞിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തമായിട്ട് അവിടെ ഇരകൾ വന്നു, 3 പേര് പറഞ്ഞു. ശ്രീ വർഗീസ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത്. ഈ കാര്യത്തിൽ താങ്കൾക്ക് ഗണേഷ് കുമാർ ചെയ്തത് ശരിയാണ്, താങ്കൾക്ക് വിശ്വസിക്കാൻ അവകാശമുണ്ട്, താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നതിൽ പറഞ്ഞോളൂ. അല്ലല്ല, ഇത് യാതൊരു അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഗവൺമെന്റിനെ താറടിക്കാൻ ഒരു അവസരം നോക്കുക. ഗവൺമെന്റ് ആര്? ഞങ്ങളാണോ താറടിക്കുന്നത്? ഗവൺമെന്റിന്റെ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറാണോ താറടിച്ചത്? ഒരു മന്ത്രിയും താറടിച്ചിട്ടില്ല. അത് അവരുടെ കുടുംബ വിഷയമാണ്. അവരുടെ കുടുംബ വിഷയമല്ലല്ലോ. ഇന്നലെ വന്ന് പരസ്യമായി മാധ്യമങ്ങളിലൂടെ അല്ലേ പറഞ്ഞത്? ഞങ്ങളാരും പറഞ്ഞിട്ട് ഞങ്ങളാരും വാർത്ത കൊടുത്തില്ലല്ലോ. ആ സ്ത്രീ മാറ്റി പറയാത്തടത്തോളം കാലം ഒരു പ്രസക്തിയില്ല ചർച്ചയ്ക്ക്. വെറും വിവരക്കേടായ ചർച്ച ചെയ്യുന്നത്. താങ്കൾക്ക് അത് വിവരക്കേടായി തോന്നും. അങ്ങനെ തോന്നുന്നതിൽ യാതൊരു കുറ്റവും താങ്കൾ കാണുന്നില്ല. താങ്കൾ അതിനെയൊക്കെ ഗണേശിന്റെ പ്രവൃത്തിയെ മഹത്തായി കാണുന്നെങ്കിൽ അത് താങ്കളെ മഹത്തായി കണ്ട് ആരാധിച്ചോളൂ. ശരി ശ്രീ വർഗീസ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, ഒരിക്കൽ കേരളത്തിന്റെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാവായ VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്നാണ് ഈ ഗണേഷ് കുമാർ വിശേഷിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന് ഇടതുമുന്നണിയിലേക്ക് വരേണ്ടിയൊക്കെ വന്നപ്പോൾ അദ്ദേഹം അത് പിന്നീട് ക്ഷമ പറയുകയും ഒക്കെ ചെയ്തതാണ്. അതേ ഗണേഷ് കുമാറാണ് ഇപ്പോൾ ഇത്തരമൊരു വിവാദത്തിൽ പെട്ടു നിൽക്കുന്നത്. കിരൺ ബാബു, ഞാൻ ഇതിനു മുമ്പ് ഇയാളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. 140 MLA കൊടുത്ത് ഏറ്റവും മോശപ്പെട്ട ആളാണ്. നിങ്ങൾ നോക്ക്, നിങ്ങളൊക്കെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്ന പോലീസുകാരൻ ഇവന്റെ കാമം തീർക്കാൻ വേണ്ടി കാവൽ നിൽക്കുക. ഇവന്റെ വീടിന്റെ പുറത്ത് പകല് ഇവനെയൊക്കെയാണ് നിങ്ങൾ സാറേ എന്ന് വിളിക്കുന്നത്. ഇത്തരം വൃത്തിയായിട്ട് ആഭാസന്മാരാ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ വോട്ടർമാർ ഇനിയെങ്കിലും തീരുമാനിക്കുന്നത്. ഇത്തരം ദേശവ്യക്തികളാ ഇവരൊക്കെ. ആ കീഴൂട്ട് രാമനാർ കുറെ പണം ഉണ്ടാക്കി. അവിടെ അപ്പനും മോനും കൂടി ഈ നാട്ടിൽ കുറെ കാലമായി ഈ നാട്ടിൽ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുന്നത്. ഇയാൾ നോക്കി, ഇയാളിങ്ങനെ പറഞ്ഞ ആര് ജവഹർലാൽ നെഹ്റുവോട്, ഗാന്ധിജിയോട്, പിന്നെ പുറത്തിലെ കുന്നത്തിലോട് ഈ യോഗ്യനാണ്. അത് ശരിയാണ്. അദ്ദേഹം പറഞ്ഞ് നെഹ്റുവിനെയൊക്കെയാണ് തന്റെ ഒരു ശ്രേണിയിലേക്ക് ഉപമിക്കുന്നത്. ഇയാളുടെ എത്ര ആരോപണങ്ങളാണ് കേൾക്കുമ്പോൾ ആ ശ്രീ വിദ്യയായിട്ട് ബന്ധപ്പെട്ട് ഇയാളെ വീട്ടില് പിന്നെ സോളാർ ആ പെണ്ണുങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറ്റങ്ങളിൽ നിന്ന് മാധ്യമവാർത്ത ഉണ്ടായിരുന്നു. ഇത്തരം വൃത്തിയായിട്ട് ആവാസം ഇയാളൊക്കെ ഇനിയെങ്കിലും 2 വർഷത്തോട് പറയാനുള്ളത് ഇത്തരം വൃത്തിയായിട്ട് ഞരമ്പ് രോഗികളാ. ഞാൻ പറഞ്ഞത് പെണ്ണുകൂടി മോശം എന്നല്ല പറയുന്നത്. പെണ്ണുപിടിക്കാൻ പോയിക്കോട്ടെ, പക്ഷെ പൊതുപോട്ടം നടത്തിക്കൊണ്ട് പെണ്ണുപിടിക്കാൻ പാടില്ല. നമ്മളെ പൊതു ചെലവില് നമ്മൾ നിങ്ങൾ പൈസ എടുത്ത് ചെലവായിക്കൊണ്ട് പോലീസുകാരെ കാവലേക്ക് ഈ വൃത്തിയായിട്ട് പോലീസുകാർ തിരിച്ചുകൊണ്ടുപോകാൻ പറയാനല്ലേ കിരൺ ബാബു? സമയം പറയാതെ ഇതിനെ പോലെ വർക്ക് നടക്കുന്നത് ഭയങ്കര ഒച്ചയുണ്ട്. ഓക്കെ, ശരി, താങ്കളുടെ വാക്കുകൾ ശരിയാണ്. അദ്ദേഹം പറയുന്നത് ഈ പൊതു ചെലവിൽ കൂടിയാണ് ഇത് നടന്ന സ്ഥലം എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ നമ്മുടെ ഖജനാവിൻ്റെ പണമെടുത്ത, പക്ഷേ അദ്ദേഹത്തിൻ്റെ വീടാണിത്. പക്ഷേ അവിടെ ഓഫീസിൻ്റെ സ്റ്റാഫും എല്ലാം ഉണ്ട്. അവരെല്ലാം ഈ പണം വാങ്ങുന്നവർ തന്നെയാണ്. ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്ന്. ശ്രീ ഉമേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ സ്ത്രീ സുരക്ഷയുടെ പേരും പറഞ്ഞ് അധികാരത്തിലേറിയ ഒരു സർക്കാരിന്റെ അങ്ങേയറ്റം അപമാനകരമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇന്നലെ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് ഒരു മന്ത്രിയുടെ ഭാര്യ പോലീസിനെ വിളിച്ചിട്ട് ആ പിങ്ക് പോലീസ് ഉൾപ്പെടെ അവിടെ വന്നിട്ട് പോലും യാതൊരുവിധ നടപടിയും, അതായത് പോലീസ് ആ സ്ത്രീയെ രക്ഷിക്കുവാനുള്ള യാതൊരുവിധ നടപടിയും അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല.
ഗണേഷ് കുമാർ എന്തൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഇപ്പൊ നിങ്ങൾ ഇതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ VS അച്യുതാനന്ദൻ അടക്കം എന്തൊക്കെ പറഞ്ഞ ആളായാൽ നാണുണ്ട് അയാൾക്ക് ഇപ്പോഴും മന്ത്രിസ്ഥാനത്തിരിക്കാൻ. അയാളെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ അയാൾക്കും നാണില്ല, ഈ ഇന്നത്തെ സർക്കാർ നാണില്ല എന്നാ പറയുന്നത്. അയാൾ എന്തൊക്കെയാ പറയുന്നത്? 5000 പ്രണയം കണക്കില്ല. അയാൾ പ്രണയിച്ചോട്ടെ, അയാൾ പ്രണയിക്കോ, അതിനപ്പുറം എന്തെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ അത് ഈ സർക്കാരിന് ഒരു ജനപ്രതിനിധിയായിട്ട് നിന്നിട്ട് വേണ്ട. അത് അങ്ങേയറ്റം കേരളത്തിന് അപമാനകരമാണ്. അപമാനകരമാണെന്ന് പറഞ്ഞാൽ അപമാനകരമാണ്, അങ്ങേയറ്റം അപമാനകരമാണ്. അതേപോലെ ഇപ്പൊ ആരൊക്കെ പറയുന്നത് ഇത് മാധ്യമം ഇതെല്ലാം കൂടി വന്ന് മാധ്യമം സൃഷ്ടിച്ച പോലെ മാധ്യമം സൃഷ്ടിയെന്ന് പറയാൻ തുരിയുന്ന ചില വ്യക്തികളെ പോലും കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരാൾ പറയാം ഇത് എന്തെന്നാ ഇത് വെറുതെ എന്തോ ഒന്നുമില്ലാത്ത സംഭവം അവിടെ എന്തോ കണ്ടു എന്നല്ലേ പറയുന്നത്. ഇവർക്കൊക്കെ പച്ചയായിട്ട് ഇതൊക്കെ ചിത്രമെല്ലാം കാണിച്ചു കൊടുത്ത് ഇതിന്റെ വീഡിയോ ക്ലിപ്പായിട്ടും കാണിച്ചു കൊടുത്താലേ വിശ്വസിക്കുന്നെല്ലാം പറഞ്ഞാല് എന്താ ഇവരെ കൊണ്ടൊക്കെ പറയണ്ടേ? അങ്ങേയറ്റം ലജ്ജാകരം, നാണക്ക്. ശരി, ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്ന് പ്രതികരിച്ചത്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, കേരളത്തിലെ ഒരു മന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദം ഇന്നലെ മുതൽ വലിയ ചർച്ചയായി നിൽക്കുകയാണ്. ഇന്നെന്തായാലും അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം പോകുന്നതിന് മുമ്പേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നു എന്നുള്ളത് പരസ്യമായി തന്നെ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രതികരിച്ചു. അപ്പോഴും അവർ പറയുന്നത് താൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ തെറ്റ് ഏറ്റുപറഞ്ഞ് മാപ്പ് പറഞ്ഞു, എനിക്ക് അദ്ദേഹത്തോടുള്ള കടുത്ത സ്നേഹം കൊണ്ട് ഞാനത് ക്ഷമിക്കുന്നു, ഇനി പരാതിയുമായി പോകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഈ പ്രവൃത്തി സർക്കാരിനെ എങ്ങനെയാണ് ബാധിക്കുക? അത് അവരുടെ കുടുംബകാര്യം, അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് അതിൽ ഇടപെടാൻ. അല്ല, പിന്നെ സ്ത്രീ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവർ വേറൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ പിന്നെ മന്ത്രിയുടെ ഗൺമാന്മാരെ 3 പേരെ ഈ സ്ത്രീയെ വെച്ച് അവരെ പിന്നെ ഫോണെല്ലാം പിന്നെ ചേച്ചി പിടിച്ച് കയ്യിൽ വെച്ചേക്കാണ്. അതെന്താണെന്നുള്ള പിന്നെ ഫോൺ കോൾ വെച്ചിട്ടാണ് ഇപ്പൊ ഈ സ്ത്രീയെ കൊണ്ട് വരട്ടി ഈ കാലുമാറിയേക്കണമെന്നാണ് പൊതുവെ ഞങ്ങളൊക്കെ അറിഞ്ഞ കാര്യം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ മാസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ തീവ്രത നോക്കി പിന്നെ അളന്നാണ് അവർ ഇതിന് തീരുമാനം എടുക്കുന്നത്. ഈ പാർട്ടിക്ക് ഇതുപോലൊരു നാണം കെട്ട ഒരു വൃത്തികെട്ട, അതായത് ഞാൻ പറയുന്ന പിണറായി വിജയൻ കഴിഞ്ഞ പിന്നെ ടേണിൽ അതിന് മുമ്പുള്ള ടേണിൽ പറഞ്ഞാണ്, കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് പറഞ്ഞാണ് ഇത്രയും വൃത്തികെട്ടവനെ വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പിന്നെ ഈ നാട് മുഴുവൻ മയക്ക് കെട്ടി വെച്ച് പറഞ്ഞ ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ. ഇപ്പൊ അങ്ങേർക്ക് നാണക്കേടെന്ന് തോന്നലില്ലേ ഈ മനുഷ്യന്? എന്ത് ഗതികേടാണ് ഈ വ്യക്തിയെ വെച്ചും കൊണ്ട് ഇത് പിന്നെ കോൺഗ്രസ്സുകാർക്ക് എടുത്തിട്ട് നിറങ്ങാനുള്ള ഒരു അവസരമല്ലേ ഉണ്ടായി കൊടുത്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ നാട് നീളെ നടന്ന് ഈ പിന്നെ ഇന്നലെ വരെ പിന്നെ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇതുപോലുള്ള ഒരു പിന്നെ സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം അടിയിലായില്ലേ? അതെല്ലാം അന്തസ്സായിട്ട് ഈ പുല്ലിനടുത്ത് ദൂരെ കളഞ്ഞിരുന്നെങ്കിൽ നെളിഞ്ഞു നിന്ന് പറയായിരുന്നു, ഞങ്ങളെ മുമ്പ് ഇങ്ങനെ ഒരു അപവാദം വന്നു, ഞങ്ങൾ ആ സെക്കൻഡിൽ നടപടി എടുത്തു എന്ന് പറയായിരുന്നു. ഇവർക്ക് മാത്രം എന്തോ മറ്റേ അളക്കുന്ന യന്ത്രം കൊണ്ട് നടക്കുന്നത്, മറ്റുള്ളവർക്കൊന്നും അത് ബാധകമല്ലേ? നിങ്ങളൊന്ന് ആലോചിക്കേ. മറ്റു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ഈ ഗണേശ് സർക്കാരിനുണ്ടാക്കിയ ഇപ്പോഴത്തെ ബാധ്യത അത് ഈ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് ബാധ്യതയായി മാറുമോ? അയ്യേ, നാണക്കേട് എന്നല്ലാതെ ഇതിനെന്താണ് പറയുക? കേരളമേ ലജ്ജിച്ചു തല താഴ്ത്തുക. ഈ ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് 5000 പ്രണയങ്ങൾ, പത്തനാപുരത്തുകാരനാണെന്നാണ് അല്ലേ? പത്തനാപുരത്തുകാരനല്ലേ ഗണേഷ് കുമാർ? ഈ പത്തനാപുരത്തെ 5000 പ്രണയങ്ങൾ, ഈ പ്രണയവും കാമവും ഒന്നാണെന്ന് മനസ്സിൽ കൊണ്ട് നടക്കുക. ഇത്രയും ഒരു വൃത്തികെട്ട ഒരു മന്ത്രി. നമ്മളൊന്ന് ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ സ്ത്രീ സമൂഹത്തിന് ലജ്ജ തോന്നേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും. ഭാര്യ പറയുന്നത്, ഞങ്ങൾ കിടക്കറ പങ്കെടുക്കുന്ന ആ കിടപ്പറയിൽ ഒരു സ്ത്രീ ആരോടെ കൂടെ? ഭർത്താവിന്റെ കൂടെ. ഒരു സ്ത്രീയും ലോകത്ത് ഒരു സ്ത്രീയും അംഗീകരിക്കാൻ കഴിയാത്ത, അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഗതി ഒരു സ്ത്രീയും അനുവദിച്ചു കൊടുക്കുക. അങ്ങനത്തെ ഒരു വൃത്തികെട്ട സംഭവം നടന്നിട്ട് മാപ്പ് പറയാം. ആ മാപ്പ് എന്താണ്? ആ മാപ്പിന്റെ അർത്ഥം? അപ്പൊ ഈ സ്ത്രീ സമൂഹത്തിന് മൊത്തം പരിക്കേൽപ്പിച്ചിട്ടുള്ള, അവർക്കൊക്കെ നാണക്കേടും മാനക്കേടും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതി. ഈ സംഗതി ചെയ്ത ഒരു മന്ത്രി ആ മന്ത്രി സ്ഥാനത്ത് തുടരാൻ അർഹതയുണ്ടോ?
ഗണേഷ് കുമാറാണ് മനസ്സിലാക്കേണ്ടത്. മന്ത്രിസ്ഥാനത്ത് ഒരു നിമിഷം പോലും തുടരാൻ ഗണേഷ് കുമാറിന് ഇതില്ല. അതേപോലെ തന്നെ ഈ ഗണേഷ് കുമാറിന്റെ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിൽ ആ മന്ത്രിസ്ഥാനം രാജിവെപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. മുഖ്യമന്ത്രി പറയുന്നത് ഇരയോടൊപ്പം, അവളോടൊപ്പം, സ്ത്രീകളോടൊപ്പം എന്നൊക്കെ നിരന്തരം പറയുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണാധികാരിയും അവരുടെ മന്ത്രിസഭയിലെ ഒരു അംഗമാണ് ഇത്രയും വൃത്തികെട്ട ഒരു സംഗതി. ആ മന്ത്രിയെ നിർത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ ഇവർക്ക് എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ കഴിയുക? ഈ പത്തനാപുരത്തുകാരുടെ മുഴുവൻ പ്രതിഷേധവും അവർ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. മാത്രമല്ല മൊത്തം കേരളത്തിൽ ഈ ഒരു വൃത്തികെട്ട ഒരുത്തനെ താങ്ങി നിൽക്കുന്ന ഒരു കക്ഷിക്ക് ഒരിക്കലും കേരളത്തിൽ ഭരണത്തിലേറാൻ കഴിയില്ല. അങ്ങനെ കാരണം സ്ത്രീ സമൂഹത്തെ മൊത്തം അപമാനിച്ച ഒരു സംഗതിയാണ് ഗണേഷ് കുമാർ ചെയ്തിട്ടുള്ളത്. എന്നിട്ടും അവിടെ ന്യായീകരിക്കുന്ന മതിയാകാതെ വന്നപ്പോൾ ഒരു തരത്തിൽ രക്ഷപ്പെടുകയില്ല എന്ന് തോന്നിയപ്പോൾ ക്ഷമാപണം നടത്തുന്ന ഒരു സംഗതിയാണോ ഇത്? ധാർമ്മികത എന്നൊന്നില്ലേ? വ്യക്തമാണ്. ശ്രീ അബ്ദുൽ ഹമീദാണ്, അബ്ദുൽ ഹമീദ് ഖാൻ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് താങ്കൾ വിളിക്കുന്നത്? ഓക്കെ, ഞാണ്ടൂർ കോണത്തു നിന്നാണ്. താങ്കൾ എങ്ങനെയാണ് ഇത് യഥാർത്ഥത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ വലുതായി ഉയർത്തി അത് UDF-നെ പ്രതിരോധത്തിലാക്കി, കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി നിർത്തുമ്പോഴാണ് സ്വന്തം മന്ത്രിസഭയിലെ ഒരു മന്ത്രിയിൽ നിന്ന് ഈ തരത്തിലേക്കുള്ള ഒരു വിവാദം ഉണ്ടാകുന്നത്? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത്തരം വിവാദം ഉണ്ടായത്. അത് ഇടതുമുന്നണി എങ്ങനെ ബാധിക്കും? ഇടതുമുന്നണിയെ ശക്തമായിട്ട് ഇത് ബാധിക്കും. കാരണം ഇയാൾക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ്. ഒരു മുഖ്യമന്ത്രി നട്ടലുള്ള മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതിനു മുമ്പ് ഇയാൾ രാജിവെച്ചല്ലേ, അച്യുതാനന്ദനായിരിക്കണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആളില്ലാതായി പോയി. പിന്നെ ഇയാൾക്ക് പ്രത്യേക പരിരക്ഷയൊന്നും കൊടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല. ഗാർഹിക പീഡനമാണ് സംഭവം. അതുകൊണ്ട് നിയമപരമായിട്ട് എത്രയും വേഗം നടപടി. നിയമപരമായി അങ്ങനെ കേസ് നിൽക്കുമോ ശ്രീ അബ്ദുൽ ഹമീദ് ഖാൻ? ഡൊമസ്റ്റിക് വയലൻസ് അല്ലേ ഇത്? അത് അവർ പരാതിയില്ല എന്ന് പറഞ്ഞാൽ, ഒരാളുടെ ഒരു സ്ത്രീ എനിക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് നിങ്ങൾ പരാതി എഴുതി തരൂ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കേസെടുക്കാം? പരാതിയില്ലെന്ന് പറഞ്ഞാൽ നിയമപരമായി അത് നിൽക്കില്ല. ആ മന്ത്രിസ്ഥാനത്ത് മാറിയാൽ അപ്പൊ അത് പ്രശ്നമില്ല. നമുക്ക് മന്ത്രിയായിരുന്നു കൊണ്ട് അതിനോടൊപ്പം നമുക്ക് യോജിക്കാൻ കഴിയില്ല. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ നിയമപരമായ നടപടി എടുക്കാൻ കഴിയില്ല. സ്ത്രീക്ക് പരാതി ഇല്ലെങ്കിൽ പരാതി അവിടെ അവസാനിക്കും. കാണേണ്ടി വരും. ആരെങ്കിലും ഒക്കെ കൂടെ ഉള്ള കാര്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ഇനിയും അവർ കാണേണ്ടി വരും. ഇനിയും ഒരുപാട് കെണിയിൽപ്പെടും. അത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി ഇപ്പോൾ ഉണ്ടായാൽ ഒരു പക്ഷേ അവരുടെ കുടുംബജീവിതമെങ്കിലും നേരെ പോകും. അത്രയും. ശരി. ശ്രീ സുഗു ആണ്, നാലാഞ്ചിറയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുഗു, ഒരിക്കൽ VS-നെ അധിക്ഷേപിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റത്തെ മോശപ്പെട്ട ഭാഷയിൽ കാമഭ്രാന്തൻ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചു. പിന്നീട് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിനെ എതിരായി വന്ന വലിയ കഥകൾക്കും ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ അതേ ഗണേഷ് കുമാറിന് തന്നെ ആണോ ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്? അതെ സാറേ, ഈ VS-നെ കാമഭ്രാന്തൻ എന്ന് വിളിച്ചത് ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി പോയപ്പോഴാണ് സാർ ഇങ്ങോട്ട് പറഞ്ഞത്. സാറേ, ഗണേഷ് കുമാർ ആയാലും മുകേഷ് ആയാലും ഇവരെല്ലാം പെണ്ണുപിടിയന്മാരെ ഉസ്താദാണ്. ഈ മുഖ്യമന്ത്രിക്ക് അല്പമെങ്കിലും നാണമുണ്ടോ സാറേ? എല്ലാവരും പെണ്ണ് പിടിക്കണവന്മാരെയും പിന്നെ സ്വർണം കൊള്ളയടിക്കണവനെയും എല്ലാം ചേർത്ത് നിർത്തല്ലേ സാറേ? ഒരു നടപടി എടുത്താൽ സാറേ, ഒരു നടപടി. മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോഴേ കോൺഗ്രസ് എന്താണ് സാറേ ചെയ്തത്? കോൺഗ്രസ് എന്താണ് ചെയ്തത്? ഈ മുഖ്യമന്ത്രിക്കെങ്കിലും അല്പം ഉളുപ്പ് വേണ്ടേ? ഉളുപ്പ് അല്ല, മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പം പരാതി ഉണ്ടെങ്കിൽ ഒരാൾക്കെതിരെ നടപടിയെടുക്കാം. ഒരു സ്ത്രീ പരാതി പറയുന്നു, തൊട്ടടുത്ത ദിവസം എനിക്ക് പരാതിയില്ല എന്നവർ പറയുന്നു. പിന്നീട് മറ്റ് കാര്യം അത് അവരുടെ സ്വകാര്യ കാര്യമാണ്, കുടുംബത്തിൻ്റെ കാര്യമാണ്. അത് വെച്ചിട്ട് മുഖ്യമന്ത്രിക്ക് മന്ത്രിസഭയിൽ നിന്ന് പോകണമെന്ന് പറയണമെങ്കിൽ ഒരു റീസൺ വേണം. അങ്ങനെ ഒരു റീസൺ ഒന്നും ഇല്ലല്ലോ യഥാർത്ഥത്തിൽ. ഈ വിവാദം ഉണ്ടാകുന്നു, അത് ചർച്ച ചെയ്യുന്നതൊക്കെ വേറെ വിഷയം. പക്ഷേ നിങ്ങളുടെ ഇത് കൊണ്ട് അങ്ങനെ പരാതിയില്ലാത്തൊരു വിഷയത്തിൽ നിങ്ങൾ രാജിവെക്കണം എന്നൊക്കെ പറയാൻ കഴിയും? അത് നടക്കുന്ന കാര്യമല്ലോ. മുകേഷിന്റെ പേരിൽ കേസ് വന്നല്ലേ സാറേ? മുകേഷ് കോടതിയിൽ നിന്നല്ലേ ജാമ്യം എടുത്തത്? അല്ല, മുകേഷിനെ ഇപ്പം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യാം. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് എണ്ണം ചർച്ച ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. എന്തായാലും ഈ മുഖ്യമന്ത്രി എന്തെങ്കിലും ഒരു ചെറിയ നടപടി എടുക്കണേ സാർ. എന്തെങ്കിലും മുഖ്യമന്ത്രി വിലയുള്ളതാണ്. ഞാൻ 21 വർഷമായി കാലും കൈ ഒടിഞ്ഞ് ഒരു സൈഡ് ഒരു കാലും ഒരു കൈ ഒടിഞ്ഞ് കിടപ്പോ. എനിക്ക് ആരുമില്ല. ഞാൻ പട്ടിണിയാണ്. ഞാൻ ഈ മുഖ്യമന്ത്രി കാണാൻ വേണ്ടി CPM നേതാക്കളെ പലരെയും പോയി കണ്ട്, പക്ഷെ ഒന്നും നടന്നില്ല. കാണാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി ഇരുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി 2 പ്രാവശ്യം ആ ദൈവത്തിന് തുള്ളി ആ മനുഷ്യനെ പോയി കണ്ടു സാറേ. എനിക്ക് 2 ഓപ്പറേഷന് പുള്ളിയാണ് എനിക്ക് പൈസ തന്നത്. ഇപ്പൊ എന്റെ ശരീരത്ത് 9 ഓപ്പറേഷൻ ഉണ്ട്. എന്റെ കാലിൽ. ഇപ്പോഴും താങ്കൾക്ക് അങ്ങനെ മുഖ്യമന്ത്രിയുടെ
പോർട്ടലിലടക്കം പരാതി ഈ വിഷയം നൽകിയാൽ അതിന് എന്താണ് നടപടി എന്നുള്ളതൊക്കെ അറിയാനും സമീപിക്കാനും ഒക്കെ കാര്യമുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. അല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടല്ല, എന്തായാലും 2-3 മാസം കൂടെ വെയിറ്റ് ചെയ്യാം. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട താങ്കളുടെ സഹായങ്ങൾ ലഭ്യമാണോ, അതിനുള്ള വഴി താങ്കൾ സ്വീകരിക്കണം. അത് തടയാനൊന്നും ആർക്കും കഴിയില്ല. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ നേട്ടങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നു. അതിനിടയിലാണ് ഈ ഗണേഷ് ഉണ്ടാക്കിയ വിവാദം. ഇത് ശരിക്കും ഗണേഷ് കുമാർ ഇടതുമുന്നണിക്ക് ഒരു തലവേദനയായി മാറും. സാർ, വിഷയത്തിലേക്ക് വരാം. കിരൺ സാറേ, ഇത് ആരോ സാറേ ഈ സൈക്കിൾ ചവിട്ടുന്നത്? ആരോ സാറേ എന്റെ പിന്നിലിരിക്കുന്നത്? സൈക്കിൾ ചവിട്ടുന്നത് ഞാനും മനുവാണെന്നാണ് നമ്മുടെ ഗ്രാഫിക്സിലെ അഭിലാഷ് പറയുന്നത്. ഏതായാലും സാറേ, എന്താ വെച്ചാല് ആരും ശ്രദ്ധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഏതായാലും പോണത്തോളം പോട്ടെ. സാർ, ഗണേഷ് കുമാർ സാറേ തെറ്റ് ചെയ്തതായി ഭാര്യ പ്രതികരിച്ചു. എന്നാൽ അവർ സമ്മർദ്ദത്തിൽ വഴങ്ങി അവരെന്ന് വെച്ചാൽ അത് പിൻവലിച്ചിരിക്കുകയാണ്. പരാതിയല്ല, അവരുടെ പ്രതികരണം പിൻവലിച്ചു. ഭരണമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗണേഷ് കുമാറിന് അനുകൂലമായ ഈ സാഹചര്യത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കുടുംബമായ പൊതുപ്രവർത്തകർ ഈ പ്രണയമൊക്കെ ഒന്ന് നിയന്ത്രിച്ചാൽ നന്നായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരുമെന്ന് എന്റെ അഭിപ്രായം. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ രാജനാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഗണേഷ് ഒരു വഴിക്ക് കൂടി ജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്ത് സർക്കാരിൻ്റെ പ്രതിച്ഛായയൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നു. അതിനിടയിൽ ഇങ്ങനെ ഇതുവരെ ഇല്ലാത്തൊരു പുതിയ പ്രശ്നം കൂടി ഗണേഷിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കി സർക്കാരിന് കൊടുക്കുകയാണോ? അല്ല, ഞാൻ ഓരോരുത്തരുടെ വർത്താനം ഇങ്ങനെ കേൾക്കുകയായിരുന്നു സാറേ. പണ്ട് PK കുഞ്ഞാലിക്കുട്ടി 14 വയസ്സുള്ള പെണ്ണിന് ഐസ്ക്രീം കൊടുത്തിട്ട് രാജിവെച്ച് ഇപ്പൊ വീട്ടിൽ ഇരിക്കുകയാണല്ലോ. റഷീദിനോടൊന്ന് പറഞ്ഞേര്. പിന്നെ വെള്ളരിക്കൊണ്ട് പറഞ്ഞു, ഇവിടെ പിണറായി വിജയനാണ് പറഞ്ഞത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന്. അല്ല, ഉമ്മൻചാണ്ടിയാ പറഞ്ഞ ഗണേഷ് കുമാർ രാജിവെച്ച് പുറത്തു പോകണമെന്ന്. ഒരിക്കലും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കട്ടെ, ആക്ഷേപം പറയാം പുള്ളിയോട്. പിന്നെ ഇവരെല്ലാം വലിയ വർത്താനം പറഞ്ഞല്ലോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്താ? 10-12 പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു. അവരാണ് പരാതി കൊടുത്തത്. പരാതി കൊടുത്തത് പിൻവലിച്ചിട്ടില്ല. അവരെ കൊണ്ട് ഗർഭം അലസിക്കുകയും ചെയ്തു. പക്ഷെ ഇതങ്ങനല്ലല്ലോ. സ്വന്തം ഭാര്യ പരാതി പറയുന്നു, അത് പിൻവലിച്ചു. സമ്മർദ്ദത്തിൽ പിൻവലിച്ചു. അങ്ങനല്ല, അവർ നേരിട്ട് മുഖ്യമന്ത്രിയെ വിളിച്ച് പറഞ്ഞതാണ് ഇന്ന്. അത് പിന്നെ റിപ്പോർട്ടർ ചാനൽ പറയുകയും ചെയ്തു. നിങ്ങളുടെ ചാനലും പറഞ്ഞു. പിന്നെ ഇവര് പറയുന്ന വലിയ ഈ സത്യസന്ധതയും വലിയ നിയമമൊക്കെ പറയുന്നല്ലോ. ഏത് ഇൻസിഡന്റ് രാജിവെച്ചോ? മാങ്കൂട്ടത്തിൽ രാജിവെച്ചോ MLA സ്ഥാനം? ശ്രീ രാജൻ, അത് ഞാൻ ചോദിച്ചത്, ഈ മറുപടിയൊക്കെ അവർക്കെതിരെ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ തിരിച്ചും ചോദ്യങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലേ? നിങ്ങളുടെ ഒരു മന്ത്രിക്കെതിരെ പരസ്യമായി പരാതി ഉന്നയിച്ചത്, ആ പറഞ്ഞ പരാതിയുടെ അർത്ഥം എന്താണെന്ന് തിരിച്ചറിയുന്നവരാണ് അരിയാഹാരം കഴിക്കുന്ന മലയാളികളെല്ലാം. അവർ അത്രത്തോളം വ്യക്തമായിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പരാതി ഉന്നയിച്ചത് ആൾ മന്ത്രിയായി നിങ്ങളുടെ അവിടെ തുടരുകയല്ലേ? ഇനി പത്തനാപുരത്ത് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി നേതാക്കൾക്കെല്ലാം പോവുകയും ചെയ്യേണ്ടി വരില്ലേ? അതിനുള്ള മറുപടി പറയാം, കേട്ടോളൂ. ഇവരുടെ 1984 പിന്നെ രാഹുൽ ഗാന്ധി പിന്നെ ശ്രീലങ്കയിലെ സുന്ദരിയെ കൊണ്ട് ഇവിടെ വന്ന കുമരകത്ത് താമസിച്ചല്ലോ ഒരാഴ്ച. അതൊക്കെ ചുമ്മാതെ ഏതെങ്കിലും ഒക്കെ കഥകൾ പറയുന്നല്ല. അതിന് അത്ര ഒരു അടിസ്ഥാനം. രാഹുൽ ഗാന്ധിക്കെതിരെയൊക്കെ അത്തരം നിരന്തരം കഥകൾ പറയാറുണ്ട്. ശ്രീ രാജൻ, അതിന് ഈ തെറ്റായ കാര്യങ്ങൾ എവിടെയെങ്കിലും കേട്ടതൊക്കെ വെച്ചിട്ട് രാഹുൽ ഗാന്ധി ആരെങ്കിലും കൊണ്ട് മോശപ്പെട്ട രീതിയിൽ പ്രവർത്തി ചെയ്തതായിട്ട് ഇതുവരെയും തെളിവില്ല. അങ്ങനെ എന്തെങ്കിലും തെളിവുണ്ടായിരുന്നെങ്കിൽ എന്നെ ഈ BJP സർക്കാർ അതെടുത്ത് പുറത്തിട്ടേനെ. ശരി, നമ്മൾ ഇത്തരം ചർച്ചകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ചില കാര്യങ്ങളൊക്കെ പറയണം. നമ്മൾ എതിരാളികളെ പറയാം, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് തെറ്റായ കാര്യങ്ങൾ അങ്ങനെ വെറുതെ ഒരു കഥ കേട്ടതിൻ്റെ പേരിൽ അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയല്ല വേണ്ടത്. ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഗണേഷ് കുമാറിനെതിരെ ഈ തരത്തിലേക്കുള്ളൊരു പരാതി ഉണ്ടെന്നും ഇങ്ങനെ സംഭവം ഉണ്ടായെന്നൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞതാണ്. അതാരാണ് ഈ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആളുകളൊക്കെ ആരാണെന്നും ആരൊക്കെയാണ് അതിൽ സാക്ഷികളായിരുന്നുവെന്നും പോലീസ് ഇടപെട്ടതും എല്ലാം അറിഞ്ഞതാണ്. പക്ഷേ ഒരു മാധ്യമങ്ങളും ആ പരാതി നൽകാതിരിക്കുകയാണ്. കാരണം മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങളെയാണ് ഞാൻ ഇപ്പോഴും അർത്ഥമാക്കുന്നത്, അല്ല ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങളെയല്ല. ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അങ്ങനെ പലതും ചെയ്യുന്ന പലതരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമം, അത് ഓൺലൈൻ മാധ്യമമായാലും അച്ചടി മാധ്യമമായാലും ദൃശ്യമാധ്യമമായാലും ഒന്നും അവരാരും ഇത് നൽകിയില്ല. ആ സ്ത്രീ വന്ന് നേരിട്ട് പരാതി പറഞ്ഞപ്പോഴാണ് നൽകിയത്. നമ്മൾ അങ്ങനെ അത്തരം സ്ഥലങ്ങളിലൊക്കെ കേൾക്കുന്ന കഥകൾ വന്ന് ഒരു പൊതുജനങ്ങൾ കേൾക്കുന്നതാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട ചാനലിലൂടെ. അവിടെ പറയാതിരിക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദ എല്ലാവരും കാണിക്കണം. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, ഈ ഗണേഷ് സർക്കാരിനും ഇടതുമുന്നണിക്കും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബാധ്യതയാകുമോ? നമസ്കാരമുണ്ട്, പറഞ്ഞു. എന്തായാലും താങ്കൾ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിന്റെ ഇടയിൽ തെറ്റ് ഞാൻ മുഴുവൻ പറയുന്നില്ല.
പക്ഷെ കണ്ണടച്ചതാണോ അതോ എന്തോന്ന് അറിയില്ല. രാജൻ കൊല്ലാണ് ഇപ്പൊ ഇതിന്റെ മുന്നേ വിളിച്ചാളെന്ന് വിചാരിക്കുന്നത് ഞാന്. രാജൻ കൊല്ലം വിളിച്ചിട്ട് പറയാണ് പിണറായി അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. 2013 പിണറായി പാർട്ടി സെക്രട്ടറിയാ. പിണറായി മാത്രമല്ല, അന്ന് CPM നേതാക്കളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തിരിച്ച് അദ്ദേഹം അത് പറയും. ഞാൻ അതിന് കഴിഞ്ഞ് വേറെ വിഷയത്തിലേക്ക് വന്നതിന് ശേഷം ഓരോന്നായിട്ട് പറയേണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവസാനം ഒരു വിഷയം പറഞ്ഞപ്പോഴത്തേക്കും അതിനു മുമ്പ് അന്ന് VS അച്യുതാനന്ദൻ അടക്കം സംസാരിച്ചതിൻ്റെ ഒക്കെ വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നു. 2013 രാജിവെക്കണം, നാണോ മാനോ ഉളുപ്പുണ്ടെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാ പറഞ്ഞ്. ഇയാളെ രാജിവെപ്പിക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ് ഇന്ന് ഇപ്പൊ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് നാണോ മാനോ ഇല്ല എന്നുള്ളത് എന്നോ നമ്മൾ തെളിഞ്ഞ വിവരമാണ്. ഇനി പിന്നൊന്ന് പറയാനുള്ളത്, വർഗീസ് വരുമ്പോ വിളിച്ചിട്ട് പറഞ്ഞ മുഹമ്മദ് മഞ്ചേരി വിളിച്ചിട്ട് പറഞ്ഞ അവരുടെ തൊപ്പിയിലെ പൊന്തൂലാണ് അത്രേ ഗണേഷ് കുമാർ. അതിന് സാക്ഷ്യം വഹിക്കുന്നത് മറ്റേ കോൺഗ്രസിന്റെ MP ഞങ്ങളുടെ നല്ല മന്ത്രിയാണെന്ന് പറഞ്ഞില്ലേ എന്നാണ് പറയുന്നത്. ഇയാൾക്കുള്ള തൊപ്പിയാണ്, തൊപ്പിയിൽ വെക്കാനുള്ള ഒരു പൊന്തൂലാണ്. അതായത് പത്തനാപുരത്ത് ഗണേശൻ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ ഗണേശൻ എന്ന് പറയാൻ പാടില്ല, ഞാൻ ശരി പേരായുള്ള ഗണേശനാണ്. അതുകൊണ്ടാണ് ശരിക്കും ഗണേശൻ എന്ന കോഴി അങ്ങനെ വിളിക്കാം, മന്ത്രി കോഴി. അല്ല, അങ്ങനെ അത്ര മോശപ്പെട്ട രീതിയിലേക്ക് വേണ്ട താങ്കൾ ആരോണം പറയാം. അങ്ങനെ നമ്മൾ ആ തരത്തിലേക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല. താങ്കൾക്കെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. നമ്മൾ മോശപ്പെട്ട വാക്കുകൾ അതിനകത്ത് ഉപയോഗിക്കണം. ഒരു മിനിറ്റ്. അദ്ദേഹം ഉപമിച്ചത് നെഹ്റുവിനെയാണ്. നെഹ്റു എന്റെ പാർട്ടിയിലോ എന്റെ ആരും പെടുന്ന ആളല്ല. പക്ഷെ നെഹ്റു പരേതനായിട്ടുള്ള ഒരു നെഹ്റു, അതേമാതിരി വാജ്പേയി, കമല സുരയ്യ, ഈ വാരി ആൾക്കാരൊക്കെ ഉപമിച്ചിട്ടാണ് മൂപ്പര് പറഞ്ഞത്. എനിക്ക് 5000 മറ്റേ പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാജ്പേയിയുടെ പേരിൽ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടോ? ശക്തമായിട്ട് പറയും ഞാൻ അതിനെ പറ്റിയിട്ട്. വാജ്പേയി പരിണത പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ മുൻ പ്രധാനമന്ത്രി വാജ്പേയി മരണപ്പെട്ട് കഴിഞ്ഞു. ജീവനോടുള്ള ആൾക്കാരെ പറയണം. അതാണ് എന്റെ ശ്രീ ഗോപകുമാർ. അങ്ങനെ അദ്ദേഹം ചെയ്തത് ശരിയല്ല. ഒന്ന് രണ്ട്, അങ്ങനെ അവർക്കൊക്കെ പ്രണയം ഉണ്ടായിരുന്നുണ്ടെങ്കിലോ ഉണ്ടില്ലെങ്കിലോ അതൊരു തെറ്റൊന്നുമല്ല. പുള്ളി പക്ഷെ അതിനെ ഉപയോഗിച്ചത് ആ അർത്ഥത്തിലല്ല. പ്രണയം എന്ന് പറയുന്നത് ഉണ്ടാവുന്ന ഒരു അർത്ഥത്തിനെ തന്റെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി നെഹ്റുവിനെയും വാജ്പേയിയും ഒക്കെ ആയുധമാക്കുകയായിരുന്നു. അല്ല, നിങ്ങളുടെ ചാനലിൽ എന്താ കാണിക്കുന്നത്? ഈ കാമക്കോഴിയില് പത്തനാപുരത്തിന് വേണ്ടെന്നല്ലേ ബാനർ കാണിച്ചു? അല്ല, അത് അവര് ഞങ്ങൾ വെച്ചതല്ല. അത് അവിടുത്തെ നാട്ടുകാരോ അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരോ മറ്റോ വെച്ച ഒരു പോസ്റ്ററാണ്. നമ്മൾ ഒരാൾക്കെതിരെ, ഞാൻ പറഞ്ഞല്ലോ, ഗണേശിനെതിരെ അഭിപ്രായം പറയാം. പക്ഷെ നമ്മൾ ഒരു പൊതുവേദിയിൽ അഭിപ്രായം പറയുമ്പോൾ അതിന്റെ മാന്യമായ ഒരു ഭാഷയിൽ അഭിപ്രായം വിമർശിച്ച് എത്ര കടുപ്പ വിമർശനം വേണമെങ്കിലും പറഞ്ഞോളൂ, അതൊന്നും തടസ്സമില്ല. ഈ ഗണേശൻ ചെറിയ പ്രായം മുതൽക്ക് എന്തെങ്കിലും തന്നെയാണ്. ചെറിയ പ്രായം മുതൽക്ക് അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ട് മൂപ്പരെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അല്ലെങ്കിൽ പൈലറ്റ് ആവണം. ഈ രണ്ട് സ്ഥലത്തും വേണ്ടാന്ന് അച്ഛൻ പറഞ്ഞാണ്. അച്ഛൻ പറഞ്ഞത് പൈലറ്റ് ആവണ്ട, ആകാശത്ത് കടന്ന് മരിക്കണ്ട നീ. അപ്പോഴേ അച്ഛൻ അറിയായിരുന്നു ഇയാളൊരു ഇങ്ങനെ ഒരു കോഴിയാണെന്നുള്ള അച്ഛൻ അറിയായിരുന്നു. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതാണ്. അനിൽകുമാറാണ് മലപ്പുറത്ത് നിന്നാണ്. അനിൽകുമാർ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? യഥാർത്ഥത്തിൽ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നതാണോ ഈ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം? സാർ, അതിലൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ വേറെ വിഷയമായിട്ടൊന്നും ഇതിനെ കമ്പയർ ചെയ്യണ്ട. രാഹുൽ മാങ്കൂട്ടത്തിലും ഉമണേശ്വറാണ്, അത് ഒഴിവാക്കാം. നമുക്ക് ഇത് ഗണേഷ് കുമാറിന്റെ വിഷയമായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഇദ്ദേഹം ഇതിനു മുമ്പും ഒരു ആദ്യത്തെ ഭാര്യയായിട്ട് വിഷയം ഉണ്ടാവുന്നു, രണ്ടാമത് വരുന്നു. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ സംശയത്തിന്റെ നിലയിൽ തന്നെ വരികയല്ലേ? ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോ ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാവുമല്ലേ? ഇതേ സ്ത്രീകളുടെ ഇതേ ഒരു വിഷയം തന്നെയല്ലേ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്നത്. അപ്പൊ ധാർമ്മികമായിട്ടും അദ്ദേഹം രാജിവെക്കുന്നതാണ് ജനങ്ങൾക്ക്. ഒന്നെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ പ്രശ്നമായിട്ട് നമുക്ക് കാണാം. അവർ തന്നെ പറഞ്ഞ് ഇതൊന്നും സമൂഹത്തിന് മുൻപാകെ, സാറ് നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിന് മുമ്പാകെ ഒന്നും വരാതിരിക്കുകയാണ്. ഇതിപ്പോ പരാതിയായിട്ട് വന്നു, നമ്മളെല്ലാവരും അറിഞ്ഞു. അപ്പൊ ഒരു ധാർമ്മികമായിട്ട് മനസ്സുകൊണ്ട് എന്തിക്കുമ്പോൾ നമുക്കൊരു ബ്ലാക്ക് മാർക്ക് വന്നു. ഇപ്പൊ മികച്ച മന്ത്രി ഏതാന്നൊക്കെ ചോദിച്ചാൽ ടോപ്പ് 5 ഗണേഷ് കുമാർ ഉണ്ടാവും അദ്ദേഹത്തിന്റെ സിസ്റ്റം പ്രകാരമുള്ള വർക്കിലൊക്കെ. പക്ഷെ ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പം സർക്കാർ എന്തായാലും പ്രതിസന്ധിയിലാവുന്നതാണ്. പണ്ട് പിണറായി വിജയൻ ഇതേ യാമിനി തങ്കച്ചിയുടെ കാലത്ത് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ടല്ലോ. അപ്പൊ രാഷ്ട്രീയമൊക്കെ മാറ്റി ഒരു ധാർമ്മികരമായിട്ട് ചിന്തിക്കുമ്പോൾ ഗണേഷ് കുമാർ മാറി ഇന്നോട്ടെ, അതാണല്ലേ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് അടുത്തത് അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്ന്. അഹമ്മദ് ബാവ, ഒരു മിനിറ്റ് ഒന്ന് ക്ഷമിക്കാം, വളരെ വേഗത്തിൽ ചില കമന്റുകളൊന്ന് വായിക്കാം. ഷിജു കിരിയത്ത് പറയുന്നു, നത്തിങ് വിൽ ഹാപ്പൻ, ഹി ഈസ് വെരി സക്സസ്ഫുൾ ആസ് എ മിനിസ്റ്റർ, ദാറ്റ് വിൽ ബി കൗണ്ടഡ്, ദിസ് ഈസ് ഡ്യൂ ടു ഹോർമോൺ ചേഞ്ചസ് വിച്ച് ക്യാൻ ബി ഫോർഗിവൺ എന്ന് പറയുന്നു. ശ്രീദേവി പറയുന്നു, 5000 പ്രണയമുള്ള ധീര നേതാവ് എന്ന് പറയുന്നു. വിശാല മനസ്കയായ ഭാര്യ എന്ന് പറയുന്നു. പൊതുവേദിയുടെ പുതിയ പശ്ചാത്തലം കൊള്ളാം, കേരളീയ തനിമ എന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ന്യായീകരണ തൊഴിലാളികളായ മുഹമ്മദ് മഞ്ചേരി എന്തൊക്കെ വിഡ്ഢിത്തമാണ് പറഞ്ഞത്, ഇക്കാര്യത്തിൽ എന്തിനാണ് UDF വലിച്ചിരിക്കുന്നത്, കഷ്ടം തന്നെ എന്നൊക്കെയാണ് സദാശിവൻ നായർ പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ. ശ്രീ സദാശിവൻ നായർ. ശശിധരൻ പിള്ള പറയുന്നു, രണ്ടും രണ്ടാണ്, ഞങ്ങളുടെ പക്ഷം നിൽക്കുന്ന സ്ത്രീകൾ മാത്രം നല്ലത്, പെണ്ണുപിടിയന്മാരും അപ്പുറത്തുള്ളവരെല്ലാം മോശം എന്ന് ശശിധരൻ പിള്ള പറയുന്നു.
അരുന്ധതി കോലപ്പറമ്പത്ത് ഹേയ് കിരൺ നമസ്കാരം എന്ന് പറയുന്നു. ധർമ്മം പാലിക്കുന്നവരിൽ നിന്ന് ധാർമ്മികത ഉണ്ടാവുമെന്ന് കൃഷ്ണദാസ് പറയുന്നു. ഇതുപോലെയുള്ള വിഷയങ്ങൾ കൂടുതൽ ചർച്ചയായാൽ വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ക്വാളിറ്റി പോകുമെന്നാണ് പറയുന്നത്. ഗ്ലാഡിയേറ്ററാണ് ജയശങ്കർ സുരേന്ദ്രൻ നായർ. അത് അദ്ദേഹത്തിൻ്റെ മോശപ്പെട്ട എഴുത്താണ്. അത് ശരിയല്ല ശ്രീ ജയശങ്കർ സുരേന്ദ്രൻ നായർ. എനിക്കൊരു പൊതുവേദിയിൽ വായിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ അല്ല, നിങ്ങൾ മാന്യമായി പ്രതികരിക്കാൻ തയ്യാറാവണം. ഗണേശിൻ്റെ ആത്മഹത്യ ഇറങ്ങുകയാണെങ്കിൽ അതൊരു പൈങ്കിളി ആയിരിക്കുമെന്ന് ശ്രീദേവി പറയുന്നു. ഗണേശിൻ്റെ അതേ സ്വഭാവമുള്ളവർക്ക് അയാളെ അനുകൂലിക്കാൻ കഴിയുമെന്നാണ് ശ്രീദേവിയുടെ അഭിപ്രായം. അഭിജിത്ത് പറയുന്നു ദാസൻ ചേട്ടൻ 100% പൊളിച്ചു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് 2-3 പ്രണയമുണ്ട്, അതുകൊണ്ട് ഗണേശേട്ടനോട് അസൂയയില്ല എന്നാണ് അക്വാരിസ് പറയുന്നത്. 2-3 അല്ലേ ഉള്ളൂ, സാരമില്ല, 5000 ഒന്നുമില്ലല്ലോ എന്ന് മറ്റൊരാൾ പറയുന്നു. ശിവദാസൻ കെ പറയുന്നു ദർ ഈസ് നോ ജസ്റ്റിഫിക്കേഷൻ ഇൻ ബ്ലെയിമിംഗ് ചാനൽസ് ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് സ്ട്രിക്റ്റ് ആക്ഷൻ അഗൻസ്റ്റ് ഹിം എന്ന് പറയുന്നു. നേരത്തെ ചാനലുകളാണ് ഇത് പ്രശ്നം ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ഷിജു കിരത്ത് പറയുന്നു ബോത്ത് കിരൺ ആൻഡ് മനു ഡിഡ് അമേസിംഗ് പെർഫോമൻസ് ഇൻ പൊതുവേദി ആനിമേഷൻ വിത്ത് ലുങ്കി ആൻഡ് ഷർട്ട് എന്ന് പറയുന്നത്. എന്തായാലും ഞങ്ങളുടെ പൊതുവേദിയുടെ പുതിയ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളുടെ ഗ്രാഫിക്സ് ടീമിനെ നയിക്കുന്ന അഭിലാഷാണ്. വ്ളാഡിമർ അഭിലാഷ് എന്നൊക്കെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. അഭിലാഷാണ് അവിടെ നിന്ന് ഈ തരത്തിൽ ഞങ്ങളെ 2 ലുങ്കിയൊക്കെ ഉടുപ്പിച്ച് കള്ളി ഷർട്ടൊക്കെ ഇട്ട് ഒരു മൈക്കൊക്കെ തന്ന് സൈക്കിൾ കയറ്റിയിരുന്നത്. കുറേ നേരമായി ചവിട്ടുകയാണ്. നല്ല എക്സർസൈസാണ്. ഇതൊക്കെ ദിവസവും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആരോഗ്യം കുറേ കൂടി സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഇനി എന്നോട് ചിലപ്പോൾ വീട്ടിൽ നിന്ന് പറയാനുള്ള സാധ്യത കൂടിയുണ്ട്. എന്തായാലും മറ്റൊരാൾ പ്രതികരിക്കുന്നു. MLA എതിർലിംഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഒരാൾ പറയുന്നു. അതോടൊപ്പം തന്നെ സ്ത്രീപീഡന കേസ് വേടനെ പോലെയുള്ള സ്ത്രീപീഡന കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന വേടനെ പോലെയുള്ളവരെ അംബാസഡർ ആക്കുന്ന സർക്കാരിന് ഇത് ഉത്തമമെന്ന് കൃഷ്ണദാസ് പറയുന്നു. എൻ്റെ മന്ത്രി ഇങ്ങനെയാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഗണേശേട്ടൻ വികസനവും ജനക്ഷേമവും ചെയ്യുന്ന ആളാണെന്നാണ് അക്വാരിസ് പറയുന്നത്. അങ്ങനെ കുറേയേറെ അഭിപ്രായങ്ങൾ ഇതിൽ ഉണ്ട്. കൃഷ്ണൻകുട്ടി പൊതുവേദിയുടെ ബാക്ക് സ്ക്രീൻ നന്നായി, ഇത് ഡിസൈൻ ചെയ്ത കലാകാരന് അഭിനന്ദനം എന്ന് പറയുന്നത്. എന്തായാലും അവർ കേൾക്കുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി കുറ്റം ചെയ്തിട്ട് മന്ത്രി മാപ്പ് പറഞ്ഞാൽ കുറ്റമല്ലാതാകുമോ എന്ന് കൃഷ്ണൻ നായർ ചോദിക്കുന്നുണ്ട്. ശ്രീ അഹമ്മദ് ബാവ മലപ്പുറത്ത് നിന്ന്. ശ്രീ അഹമ്മദ് ബാവ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ ഗണേശുമായി ബന്ധപ്പെട്ട വിവാദം, അവരുടെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വിഷയം അത് അവിടെ അവസാനിച്ചു, അത് നമ്മുടെ വിഷയമല്ല. പക്ഷേ അതുണ്ടാക്കിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഇടതുമുന്നണിക്ക് വലുതായിരിക്കുമോ? നമസ്കാരം. നമസ്കാരം. ഗണേഷ് കുമാർ രാജിവെക്കണ്ടെന്ന്. കാരണം എന്താന്ന് ചോദിച്ചാല് ഇനിയിപ്പോ 14-ാം തീയതിയോ 16-ാം തീയതിയോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അത് അങ്ങനെ തന്നെ അവിടെ നിൽക്കട്ടെ, അതാണ് നല്ലത്. UDF-നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അവിടെ നിൽക്കണം. ഒരു ചാനലില് ഏകദേശം കുറച്ചു കാലമൊന്നുമല്ല ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം. അതിലൊരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിന് മാനസിക ഏതെങ്കിലും ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. അതിലുള്ള ഒരു അവതാരിക ഇന്നിപ്പോ അവരവിടെ ഇല്ല. ഇപ്പൊ ഇവരൊന്നും കാണുന്നില്ല. ഇനി ഇത് തീവ്രതയൊക്കെ അളന്നു വരുമ്പോൾ പിന്നെ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട് സർ. ഉമ്മൻചാണ്ടി സരിതനെ ബലാത്സംഗം ചെയ്തെന്ന് പറഞ്ഞിട്ട് തെരുവിലിറങ്ങിയ ഇവർക്ക് വേറെ എന്താണ് ചെയ്യാൻ കഴിയുക? മുകേഷിന്റെ പേരിൽ നടപടിയെടുത്തോ? ഗണേഷ് കുമാറിന്റെ പേരിൽ മുൻപ് നടപടിയെടുത്ത്. ഇപ്പൊ ആ പാവ സ്ത്രീക്ക് അവരുടെ ജീവന് ഭീഷണി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത് മാറ്റി പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ഇതിൽ നിന്നൊന്നും തലപ്പത്തിരിക്കുന്ന ആളെ കയ്യിൽ നിന്നൊന്നും ഒരു ഇതും വരില്ല. ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലുണ്ട്, കുന്നു കുലുങ്ങിയാലും കുഞ്ഞാത്ത് കുലുങ്ങൂലാന്ന് എന്ന് പറഞ്ഞ പോലെയാണ് ഇതിന്റെ കാര്യം. പിന്നെ കുറെ പ്രായമാവുമ്പോ ചില ആളുകൾക്ക് ലൈംഗികമായിട്ടുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെടും. പക്ഷെ ഈ കഥകൾ കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അതുകൊണ്ട് അതിങ്ങനെ കേട്ടിരിക്കുക എന്നല്ലാതെ ഗണേഷ് കുമാറിനെ ഒന്നും ചെയ്യൂല, മറ്റുള്ളവരെയും ഒന്നും ചെയ്യൂല. ഇതൊക്കെ ഒരു തരം അവരിടുമ്പോ ബർബൂഡ, ഇപ്പുറത്തേക്കാവുമ്പോ അതിന് വേറെ പേര്. അപ്പൊ ഇത് ഇനിയിപ്പോ ഈ 10-14 ദിവസം കൂടി എന്തായാലും നമുക്ക് ഈ പൊതുവേദിയിൽ ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. ഗേബി ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട വിവാദം, അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ബാധ്യതയാകുമോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ശ്രീമതി പ്രസന്നയാണ് ചെങ്ങന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി പ്രസന്ന, ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് മേൽ വലിയ ബാധ്യതയായി മാറുമോ ഈ ഗണേഷ് കുമാർ വിവാദം? അതിപ്പോ സാറേ
ഏത് പാർട്ടി ഭരിച്ചാലും നല്ല വശങ്ങളും ഉണ്ട്, ചിലപ്പോൾ ചില മോശവശങ്ങളും ഉണ്ട്. അതിനെ മോശം വശങ്ങളെ ഉയർത്തി കാണിക്കാനും ഒരു ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അതിനെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കാനും നമ്മുടെ ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ അതിന് ഒരു വഴി ഒരുക്കുന്നതിനോടുള്ള എതിർപ്പേ ഉള്ളൂ. അങ്ങനെ ഒരിക്കലും ആകരുത്. ഏത് പാർട്ടി ഭരിച്ചാലും നല്ല വശങ്ങളും ഉണ്ട്, ചീത്ത വശങ്ങളും ഉണ്ട്. അല്ലേ? രാജിവെക്കാനാണ് എല്ലാരും ഇതിനകത്തുള്ള എല്ലാരും നല്ലൊരു അതിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത് തന്നെ. നമുക്ക് നേരിട്ടൊന്നും ആരെയും അറിയത്തില്ല, എങ്കിലും രാജിവെക്കാനാണ് എല്ലാരും ഒരുപോലെ രാജിവെക്കാനല്ലേ ഉള്ളത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഓരോ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നാണ്. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ സമയത്ത് ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വിവാദം അത് എങ്ങനെയാവും തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ ബാധിക്കുക? നമസ്കാരം ബാബു. നമസ്കാരം. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയും അവര് കേരള കോൺഗ്രസ് ബി നേതാവുമായ MLA ആണ്, മന്ത്രിയാണ്, ഗവൺമെന്റിൽ ശമ്പളം പറ്റുന്ന ഒരു മന്ത്രിയാണ്. ആ നിലയ്ക്ക് സ്വന്തം ഭാര്യയായാലും കാമുകിയായാലും വേറൊരു പെൺകുട്ടിയായാലും ഒരു പരാതി കൊടുത്ത് പിൻവലിക്കുമ്പോൾ അത് പിൻവലിക്കാം. അപ്പൊ എന്ത് ചെയ്യാം? കോടതി കേസ് പോകാൻ പറ്റൂല, FIR ചാർജ് ചെയ്യാൻ പറ്റൂല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന് പുറത്താക്കാം, മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കാം, MLA സ്ഥാനം നിൽക്കട്ടെ, പുറത്താക്കാം. അത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ അഴിമതി നടത്തി ജയിലിൽ കിടന്ന ഏക വ്യക്തി നമ്മളെ ബാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ ഗണേഷ് സാർ, നമ്മളെ മന്ത്രി. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടിയുടെ കാര്യം അത് പറയേണ്ട കൂടി സമയങ്ങളില്ല. ഇപ്പൊ അദ്ദേഹം ചെയ്യേണ്ടത് ഗവൺമെന്റ് ശമ്പളം പറ്റുകയും സ്വന്തം ഭാര്യയായാലും ഒരു പെൺകുട്ടി, ഒരു മന്ത്രിയുടെ ഒരു ഭാര്യ, ഒരു മന്ത്രിയുടെ വീട്ടിലുള്ള ഒരു ഫാമിലിയുള്ള ഒരു സ്ത്രീ നീതി കിട്ടാതെ സ്റ്റേഷനിൽ വിളിക്കുകയും പോലീസിനെ വിളിച്ചിട്ട് നീതി കിട്ടാതെ വന്നപ്പോൾ ഒരു പെൺസുഹൃത്തിനെ വിളിക്കുകയും അവിടെ നിന്നും അറിഞ്ഞതിന് ശേഷം കാല് പിടിച്ച് കൈ പിടിച്ച് എങ്ങനെ സ്വന്തം ഭാര്യ മാപ്പ് കൊടുത്തപ്പോൾ സമൂഹം വെറുതെ പോകുന്നുണ്ടോ? ഇല്ല. അതിന്റെ ശിക്ഷ ജനങ്ങൾ കൊടുത്തോളും. പക്ഷെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയ്യേണ്ടത് കേരള ജനങ്ങളുടെ ഖജനാവിൽ നിന്ന് വാങ്ങി കൊടുക്കുന്ന ശമ്പളം പറ്റുന്ന ഇദ്ദേഹത്തിനെ ഇത്രയും പെട്ടെന്ന് ആ പന്തത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഇതാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ അമീർ ഷായാണ് കോതമംഗലത്ത് നിന്നും. ശ്രീ അമീർ ഷാ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഈ വിവാദം വരുന്നത്. എന്തായാലും അവർ പരാതി ഇല്ല എന്ന് പറഞ്ഞതോടുകൂടി തൽക്കാലം അങ്ങനെ അവരുടെ കുടുംബ പ്രശ്നം അവിടെ അവസാനിക്കുന്നു എന്ന് പറയാം. പക്ഷേ അതുണ്ടാക്കാവുന്ന രാഷ്ട്രീയ ചലനങ്ങൾ എന്താണ്? പക്ഷെ ഇതിൽ രാഷ്ട്രീയ ചലനം എന്ന് പറയാൻ ഈ പറയുന്ന രാഷ്ട്രീയക്കാരൊന്നും ശരിയല്ലാന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം പറഞ്ഞപ്പോ നിലവിൽ പ്രതിപക്ഷ നേതാവ് ഇനി വന്നാൽ തന്നെ കോൺഗ്രസിന്റെ അധികാരം വന്നാൽ തന്നെ മുഖ്യമന്ത്രിയാകും എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ നിൽക്കുന്ന വലതു സൈഡിൽ നിൽക്കുന്ന നീലകണ്ഠൻ സാറായിട്ട് വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കി എന്ന് പറയുന്നു, MLA സ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നു. ഇതൊക്കെ വെറുതെ ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നടത്തുന്ന വെറും മായക്കളി മാത്രമാണ്. ആ ശ്രീകണ്ഠൻ നായരായിട്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ മാങ്കൂട്ടത്തില് അമീർ ഷാ, അത് ഒരു പാർട്ടിക്ക് ആ പാർട്ടിയിൽ നിന്ന് MLA പുറത്താക്കാനല്ലേ കഴിയൂ? MLA സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനൊന്നും ഒരു പാർട്ടിക്ക് കഴിയില്ല. പക്ഷേ അത് വെറും നാട്യം മാത്രമാണ്. കാരണം പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ പാർട്ടിക്ക് അപമാനമാണെന്ന് കണ്ടാൽ ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക. അതല്ലാതെ അയാൾക്കെതിരെ അതിനപ്പുറം എന്ത്? ശ്രീ അമീർ ഷായുടെ അഭിപ്രായത്തിൽ അതിനപ്പുറം ആ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു? പാർട്ടിക്ക് അവരോടുള്ള ബന്ധം പോലെ ഈ ജനങ്ങൾ ഇത് കാണല്ലേ, അവരായിട്ട് ഇന്നും അവരുമായി അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഇയാളുമായി ബന്ധപ്പെടുക, അയാളെ പാർട്ടി പരിപാടികളിൽ അടുപ്പിക്കുകയൊന്നും അവർ ചെയ്യുന്നില്ലല്ലോ. അല്ല, പാർട്ടി പരിപാടികളിൽ അടുപ്പിക്കാത്ത ഈ ജനങ്ങളെ പേടിച്ചിട്ട്, അല്ലാതെ ഇവര് രഹസ്യമായിട്ട് ഈ നേതാക്കളായിട്ട് ഇപ്പോഴും ബന്ധങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ചാനൽ റിപ്പോർട്ട് ചെയ്താണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇവരെ ഈ നിലവിൽ ഈ പറയുന്ന ഈ രാഷ്ട്രീയക്കാര് അവരെ കൊട പിടിച്ചുകൊണ്ടുള്ള ഇടപാടുകളെ മൊത്തം നടക്കുന്നത്. ആരും ഈ പറയാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞ ശ്രീ റോബിൻസൺ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ശ്രീ റോബിൻസൺ പറയൂ. താങ്കൾക്ക് പറയാം, പറഞ്ഞോളൂ. താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഹലോ, TV മ്യൂട്ട് ചെയ്യുമോ? TV കാണുന്നുണ്ട്.
ശരി, ഓക്കെ. നമ്മളെ ഇതിലേക്ക് പൊതുവേദിയിലേക്ക് വിളിക്കുമ്പോൾ ദയവേത് നിങ്ങൾ TV മ്യൂട്ട് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ, അല്ലെങ്കിൽ കൃത്യമായി പറയാൻ കഴിയില്ല. ശ്രീ വിജയകുമാറാണ് പട്ടാമ്പിയിൽ നിന്ന്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് സർക്കാർ ഒരു തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇടതുമുന്നണി ആക്രമിച്ചുകൊണ്ട് മുന്നേറുകയും ഒപ്പം സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പ്രതിച്ഛ ഉയർത്തി അത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ ഒരു തിരിച്ചടിയാവുമോ ഈ ഗണേഷ് കുമാർ വിവാദം? ഒരിക്കലും ആവില്ല. ഇതെന്താ വെച്ചോ, ഇതൊരു ചെറിയ വിവാദം മാത്രമേ ഉള്ളൂ. മറ്റേത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതൊന്നുമല്ല. ഇതെല്ലാവരും ഇപ്പം മുകേഷത്തൊക്കെ ഉൾപ്പെടുത്തി ചിലപ്പോൾ പറയാലും, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും മറ്റേ കൂടി വളരെ വ്യത്യാസമുണ്ട്. പിന്നെ ഇത് വിവാദം മാത്രമാണ്. ഇത് പാർട്ടിക്ക് മുന്നണിക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞ അനുസരിച്ച് പാർട്ടിക്ക് മുന്നണിക്കൊക്കെ ഇത് ഗുണം ചെയ്യുമോ? പറഞ്ഞു ശ്രീ വിജയകുമാർ, എങ്ങനെയാണ് ഗുണം ചെയ്യുമോ? അല്ല, ഇത് നമുക്ക് എങ്ങനെ വല്ല പ്രശ്നം കഴിഞ്ഞാൽ ചെറുത്ത് നിന്ന് പാർട്ടി ഏറ്റവും സ്ട്രോങ് ആയിട്ട് 140. ശ്രീ വിജയകുമാർ, അതല്ല ഞാൻ ചോദിച്ചത്. താങ്കൾ ഗുണം ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗണേഷ് കുമാറിന്റെ വിവാദം ഇടതുമുന്നണി ഗുണം ചെയ്യുമെന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഇല്ല, ഗുണം ചെയ്യുമെന്ന് പറയില്ല. പക്ഷെ വേറെ ഒന്നുണ്ട്, ഗുണവും ചെയ്യില്ല ദോഷവും ചെയ്യില്ല. അതിനെ ചെറുത്ത് നിന്ന് പ്രവർത്തിക്കാന്നേ ഉള്ളൂ. ശരി, ഗുണം ചെയ്യുമെന്നില്ല. ശ്രീ രാജേഷാണ്, പയ്യന്നൂരിൽ നിന്നാണ്. ശ്രീ രാജേഷ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ഈ വിഷയത്തെ കാണുന്നതിന് മുമ്പ് മുൻ പ്രസിഡന്റ് രാജൻ ചേട്ടൻ പറഞ്ഞ സത്യമാണ് കേട്ടോ. കുമരകത്തെ വിഷയം മുമ്പത്തെ ചർച്ചയിലും പുള്ളി പറഞ്ഞിരുന്നു. അത് സത്യമാണ്. ഞാൻ അന്ന് കുമരകത്ത് അവിടെ ശ്രീ രാജേഷ്, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം. അല്ല, ശ്രീ രാജേഷ് കേൾക്കണം. ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു സ്ത്രീയും വന്നിട്ട് ഇതുവരെ രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പരാതി എവിടെയും വന്നിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഓരോ ഇല്ലാ കഥകൾ പറഞ്ഞിട്ട് അത് അപവാദം പറയുന്നത് അത് ശരിയല്ല. ഇതിനകത്ത് അല്ല, ഞാൻ പറയുന്ന കേട്ടിട്ട് സാർ നിങ്ങൾ എന്ത് കേൾക്കാൻ, നിങ്ങൾ എന്ത് പറയുന്നത് എന്ത് കേൾക്കാറ്? ഞാൻ അന്ന് ആലപ്പുഴയില് ഞാൻ ജില്ലാ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം ഈ രാജൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതാ, രാജൻ അവിടെ വരികയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയെ കാണുകയോ ചെയ്തോട്ടെ, അതിനെന്താണ് കുഴപ്പം? അന്ന് രാജനാണ് അയാൾക്ക് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കോണ്ടം മേടിച്ചുകൊണ്ട് കൊടുത്തത്. ഇങ്ങനത്തെ വിടുവായത്തരം അങ്ങനെ അതാണോ പറയാൻ ഉദ്ദേശിച്ചത്? ശരി ശരി ശരി. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയല്ല ഈ രാജേഷ് ക്ഷമിക്കണം കേട്ടോ, ഞാൻ രാജേഷ് പറയാൻ വന്നത് മറ്റേതാണെന്ന് കരുതി. എന്തായാലും താങ്കൾ പറഞ്ഞു. അല്ല, ഇയാൾ ഇത്ര ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നേരത്തെ ഫോൺ കട്ടാക്കിയത്. ഇതിനു മുമ്പേ ചർച്ചയിൽ പറഞ്ഞു കുമരകത്ത് ഈ രാഹുൽ ഗാന്ധി ശ്രീലങ്കൻ യുവതിനെ കൊണ്ടുവന്നു. അന്ന് ഇയാൾ എന്താണ് അവിടുത്തെ വാച്ച്മാനായിരുന്നോ? ഈ ആലപ്പുഴ ജില്ലാ ഹോസ്പിറ്റലിൽ വന്ന് കോണ്ടം മേടിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടോ? പറയുന്നതിന് കുറച്ചൊക്കെ ഇത് വേണം. സാർ, പറയുന്നതിന് കുറച്ചൊക്കെ നമ്മൾ ഏത് പാർട്ടി നമുക്ക് ശത്രുത ഉണ്ടാവാം. അല്ല, അത് ഞാൻ താങ്കൾ പറഞ്ഞതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. നമ്മൾ പാർട്ടി ശത്രുത ഉണ്ടാവാം പലപ്പോഴും. അത്തരം കാര്യങ്ങളൊക്കെ ഞാനതാണ് ആവർത്തിച്ച് പറഞ്ഞത്. ഗണേഷ് കുമാറിന്റെ വിഷയമടക്കം കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തില്ല, അതിനുശേഷം ഇന്നലെ റിപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്തെന്ന് വ്യക്തമായി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു പരാതി വരാത്തിടത്തോളം കാലം വേറെ ആർക്കെങ്കിലും എതിരെ പറയുന്ന കഥകൾ, അപവാദ കഥകൾക്ക് അപ്പുറത്തേക്ക് അതിലേതെങ്കിലും വാർത്താ പ്രാധാന്യം ഉള്ളതല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞല്ല. ഇതിന് മുമ്പത്തെ ഇതേപോലത്തെ ചർച്ചയിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി ഈ രാജൻ തന്നെ പറഞ്ഞിരുന്നു, പിന്നെ അന്ന് വന്നിട്ടുണ്ട്, എനിക്ക് ഉറപ്പാന്ന്. ഞാൻ അതാ ചോദിച്ചത്, ഇത്ര തെളിവുണ്ട് ഇയാളെന്നടുത്ത പിന്നെ അവിടുത്തെ കുമരകം ലോഡ്ജിലെ വാച്ച്മാനായിരുന്നോ? അല്ലല്ലോ. പിന്നെ നേരത്തെ വേറൊരു പ്രശ്നം പറഞ്ഞു, ഗണേഷ് കുമാർ നല്ല വികസനം ചെയ്യുന്നുണ്ട്. വികസനം ചെയ്തത് ഈ മിനിഞ്ഞാന്ന് വന്ന സ്ത്രീയോട് ചോദിച്ചാൽ വികസനം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അത്രേ പറയാനുള്ളൂ. ശരി, ഓക്കെ. എന്താ നമുക്ക് വളരെ വേഗത്തിൽ 1-2 യൂട്യൂബ് കമൻറ്റുകൾ കൂടി എന്തായാലും പുതിയ രൂപത്തിൽ വന്നതിനെ പലരും അഭിനന്ദിച്ചുകൊണ്ട് 1-ഏറെ പേർ എഴുതിയിരിക്കുന്നു. അതിൻ്റെ പുതിയ ലുക്ക് ആൻഡ് ഫീൽ എല്ലാം കൊള്ളാം. അതിൽ പ്രത്യേകിച്ച് കേരളീയ പശ്ചാത്തലമൊക്കെ വന്നതും ഈ സൈക്കിൾ ചവിട്ടുന്നതിനെയൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊതുവേദിയുടെ പുതിയ സെറ്റപ്പ് അടിപൊളി, വീട്ടുകാർ പറയും സൈക്കിൾ സവാരി ആരോഗ്യത്തിന് നല്ലത് തന്നെ, പ്രേക്ഷകരുടെ അഭിപ്രായം പറയാൻ നിങ്ങൾ ഒരുക്കുന്ന ഈ പ്രോഗ്രാം വളരെ ഉത്തമമായ ഒന്നാണെന്ന് PV ഏരിയൽ പറയുന്നു. അതോടൊപ്പം തന്നെ എല്ലാ അഭിനന്ദനങ്ങളും. ചില പ്രമുഖ പത്രങ്ങൾ ഒരു കാലത്ത് വായനക്കാർക്ക് സ്ഥാനം നൽകിയിരുന്നു, ഇന്നത് പലയിടങ്ങളിലും കാണാൻ ലഭ്യമല്ല. ഇതേപ്പറ്റി ഒരിക്കൽ മുർക്കൊത്ത് കുഞ്ഞപ്പ എന്ന എഴുത്തുകാരൻ പറഞ്ഞത് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള കുറേയേറെ വിഷയങ്ങൾ കുറേ പേര് കൂടി ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ പൊതുവേദി അങ്ങനെ ഒരു ഈ പരിപാടി നടത്തുന്നതിൻ്റെ തന്നെ പ്രധാനപ്പെട്ട ഉദ്ദേശം, സാധാരണയൊക്കെ ചാനലുകളിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ അറിയുന്ന വിവരങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നു, അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ വിദഗ്ധർ എന്ന് ഞങ്ങൾ തീരുമാനിക്കുന്ന ആളുകൾ, അവരെ ഞങ്ങൾ വിളിച്ചിരുത്തി, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരെയൊക്കെ വിളിച്ചിരുത്തി അവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കുന്നു. പക്ഷേ ആത്യന്തികമായി ഇതൊക്കെ കേട്ട് തീരുമാനമെടുക്കേണ്ടവർ ജനങ്ങളാണ്, സാധാരണക്കാരാണ്. അവർ ചിലപ്പോൾ വിഷയത്തിൽ വിദഗ്ധരായിരിക്കില്ല, പക്ഷേ അവർ തീരുമാനമെടുക്കേണ്ടത് അവരാണ്. അവർക്ക് വൈദഗ്ധ്യമുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പലപ്പോഴും ചാനലിലൊക്കെ ചർച്ചയ്ക്കൊക്കെ വരുന്ന പലരെക്കാളും
വൈദഗ്ധ്യമുള്ള എത്രയോ ആയിരങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക്, സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ അഭിപ്രായവും പൊതുമധ്യത്തിൽ കേൾപ്പിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പൊതുവേദി എന്ന പരിപാടി സംഘടിപ്പിക്കുന്നതും അത് മുടങ്ങാതെ തന്നെ പൊതുവേദി അവതരിപ്പിക്കുന്നതുമെല്ലാം. ഇപ്പോൾ നമ്മൾ അതിനൊരു സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞ 10 വർഷമായി തുടരുന്ന ബാക്ക്ഗ്രൗണ്ട് ഒന്ന് തന്നെയായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ ചെറിയ മാറ്റമൊക്കെ വരുത്തിയത്. പുതിയ കാലത്തിൻ്റെതനുസരിച്ച് അതിൻ്റേതായ ഒരു കൗതുകമൊക്കെ അതിൽ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴും ഞാനും മനുവും എന്തായാലും ഈ പൊതുവേദിയിൽ തുടരുന്നുണ്ട്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.